തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്നും 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ തുടർമാനമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളിന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ആ വാക്യം ഒന്ന് നോട്ട് ചെയ്തിടുക. 2 തിമോഥെയോസ് 4-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള യേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പിപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നല്ല വചനത്തിനായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. കണ്ണുകളടച്ച് ഈ വചനത്തിനായി ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ എല്ലാം ദൈവസന്നിധിയിൽ അടച്ച് ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രതമാക്കി വെള്ളം പോലെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകർന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ഇടപെടേണ്ടതിനായി, വ്യക്തിപരമായി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മെ ഒന്ന് ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, ശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. കർത്താവേ, ശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസത്തിൻ്റെ വിവിധ പോരുകൾ ഞങ്ങൾക്ക് എതിരെ വരുമ്പോൾ നിൻ്റെ പ്രത്യക്ഷതയിൽ നിൻ്റെ മുമ്പിൽ കാണേണ്ടതിന് വിശ്വാസത്തിൻ്റെ പോരുകളിൽ തോറ്റുപോകാതെ പിടിച്ചു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അനേക ശക്തന്മാർ, അനേക കരുത്തന്മാർ വിശ്വാസത്തിൻ്റെ പോർക്കളത്തിൽ പട്ടുപോയി. ഞങ്ങളെ നിർത്തിയതോർത്ത് നന്ദി പറയുന്നു. അവസാനത്തോളം ആദ്യ വിശ്വാസത്തിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽ ഞങ്ങൾ ചിന്തിക്കുന്ന ദൂതുകൾ, ഞങ്ങൾ ചിന്തിക്കുന്ന വചനഭാഗം ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനത്തിന് ഒരു കരുത്തായി പരിണമിക്കണം. നിൻ്റെ ജനത്തോട് ഹൃദ്യമായി ഇടപെടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കണം. വളരെ ശാന്തമായിട്ട്, നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ പ്രസംഗത്തിൻ്റെ പരിവേഷമൊന്നും ചേർത്താതെ ശാന്തമായിട്ട് ഈ വാക്യത്തെ ഒന്ന് വിശകലനം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് ഈ പകലത്തെ പഠനത്തിന്, ചർച്ചയ്ക്ക്, ധ്യാനത്തിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോടൊന്ന് ഓർപ്പിക്കാം. നമ്മൾ നിശ്ചയമായും വായിച്ചിരിക്കേണ്ട ഒരു ലേഖനമാണ് തിമോഥെയോസിൻ്റെ 1-ഉം 2-ഉം ലേഖനം.
പൗലോസ് 14 ലേഖനങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമാണ് 2 തിമോത്തിയോസിൻ്റെ ലേഖനം. പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമാണ് തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം എന്ന് പറയാനുള്ള കാരണം, മറ്റ് ലേഖനങ്ങളിലൊന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ്. അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെക്കുറിച്ചാണ്. അപ്പോൾ മറ്റൊരു ലേഖനങ്ങളിലും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് താൻ എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതിയ ലേഖനമായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തെ ചിത്രീകരിക്കുന്നത്. ഈ 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ്, ഖണ്ഡികകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. 8 വാക്യങ്ങൾ 2 ഭാഗമായിട്ട് ഒന്ന് തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരു പിരിവാണ്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ മറ്റൊരു ഭാഗമാണ്. 4-1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് വായിച്ചാൽ പൗലോസ് തൻ്റെ മകനായ തിമോത്തിയോസിൻ്റെ ജയകരമായ ആത്മീക ജീവിതത്തിൻ്റെ, ശുശ്രൂഷ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് നൽകിക്കൊടുക്കുന്ന പ്രബോധനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഈ 2 ഭാഗത്തു നിന്നും വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ഒരു ഭാഗത്തു നിന്നും മാത്രം ചില കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ സമയം കഴിയും. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പൗലോസിൻ്റെ മരണത്തിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ വാത്സല്യ മകനായ തിമോത്തിയോസിൻ്റെ ജയകരമായ ആത്മീയ ജീവിതത്തിന്, ശുശ്രൂഷാ ജീവിതത്തിന് മുന്നേറ്റങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വളരെ ശക്തമേറിയ പ്രബോധനങ്ങളും ഉപദേശങ്ങളും വിശേഷാലുള്ള കൽപ്പനകളുമാണ്. അതാണ് നമ്മൾ വായിച്ചത്. ഞാൻ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് നിന്നോട് കൽപ്പിക്കുകയാണ്. തിമോത്തിയോസിനോട് പൗലോസ് 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ കൽപ്പിക്കുകയാ, ആജ്ഞാപിക്കുകയാ. എങ്ങനെ വിശ്വാസ ജീവിതം നയിക്കണം, എങ്ങനെ ശുശ്രൂഷയിൽ നിൽക്കണം, എങ്ങനെ ദൈവകൃപയിൽ മുൻപോട്ട് പോകണം. പൗലോസ് മരണത്തിന് മുമ്പ് തൻ്റെ മകനായ തിമോത്തിയോസിനോട് കൽപ്പിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്. എന്തെല്ലാം പറയുന്നത്? 1, നീ വചനം പ്രസംഗിക്കുക. എന്ത് പ്രസംഗിക്കണം എന്ന് പറഞ്ഞേ? വചനം. മരണത്തിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് റോമാ പട്ടാളക്കാർ പൗലോസിനെ കൊല്ലാൻ തുറങ്കലടച്ചിരിക്കുക. ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ പൗലോസിൻ്റെ ഗളച്ഛേദം നടത്തും, കഴുത്ത് വെട്ടിക്കളയും. ആ കഴുത്ത് വെട്ടിക്കളയാൻ തൊട്ടപ്പുറത്ത് നീറോയുടെ കണ്ണിൽ ചോരയില്ലാത്ത പടയാളി പരീക്ഷകൾ വാളിരാകുന്ന ശീൽക്കാര ശബ്ദം പൗലോസിൻ്റെ കാതിൽ കേൾക്കാം. അത് കേട്ടോണ്ടാണ് തൻ്റെ മകനോട് പറയുന്നത്, മോനെ, ഞാൻ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് നിന്നോട് എന്ത് ചെയ്യുകയാണ്? കൽപ്പിക്കുക. എന്താ കൽപ്പിച്ചത്? എന്തൊക്കെയാ കൽപ്പിച്ചത്? 1, വചനം പ്രസംഗിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇന്ന് പകൽ ഞാനിവിടെ വന്നത് എന്തിനാണ്? ഒന്നും പറയണില്ല. അതും ഇതൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതും ഇതും പറയുന്നത് ഞാൻ കേൾക്കാറില്ല, അങ്ങനെ ആഗ്രഹിക്കാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ശുശ്രൂഷയിൽ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. 32 വർഷമായി ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 12 വയസ്സിൽ ഞാൻ പ്രസംഗ വേദിയിൽ കയറിയതാണ്. 32 വർഷമായിട്ട് ഞാൻ പ്രസംഗം തന്നെയാണ്. എന്നെ ഒത്തിരി ആകർഷിച്ചൊരു പ്രബോധനമാണ്. പൗലോസ് തൻ്റെ വാത്സല്യ മകനായ തിമോത്തിയോസിനോട് പറയുക, ആജ്ഞാപിക്കുകയാ, കൽപ്പിക്കുകയാ, മക്കളെ, വചനം എന്ത് ചെയ്യണം?
ശുശ്രൂഷയ്ക്ക് വില കൊടുക്കുന്നവരോട്, ശുശ്രൂഷിക്കുന്നവരോട് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുക. വചനം ഏത് കെട്ടും പൊട്ടിക്കാൻ വചനത്തിന് കഴിയും. ഏതടഞ്ഞ വാതിലുകളെയും തുറക്കാൻ വചനത്തിന് കഴിയും. ഏത് വള്ളിക്കെട്ടുകളെയും അഴിക്കുവാൻ വചനത്തിന് കഴിയും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വചനത്തിന് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും അല്ലേ? സൗഖ്യമാക്കാൻ വചനത്തിന് കഴിയുമോ? കഴിയുമോ? ആമേൻ. സൗഖ്യമാക്കാൻ വചനത്തിന് കഴിയും. 9 വയസ്സുള്ള എൻ്റെ രണ്ടാമത്തെ മോൾക്ക് ആർത്രൈറ്റിസ് ആയിരുന്നു. പിള്ളേർക്ക് ആർത്രൈറ്റിസ് വരുന്ന വളരെ റെയറായിട്ടുള്ള കേസാണ്. ഞാൻ അവളെ അമൃത ഹോസ്പിറ്റലിലെ ഏറ്റവും ഫേമസ് ആയ സുമാബാലിനെ കാണിച്ചു. ഡോക്ടർ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒക്കെ നിലവിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുഴപ്പമുണ്ട്. അത് 3500 രൂപയ്ക്കൊരു വലിയ MRIക്ക് അവളെ എഴുതി തന്നു. MRI എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു വിലക്ക്. ഞാൻ തിരിച്ച് അവളുമായി വീട്ടിലേക്ക് വന്നു. കുറേ നാളുകൾ വീണ്ടും വേദനയുണ്ട്, രാത്രിയിലൊക്കെ വേദനയാണ്. കഴിഞ്ഞ ദിവസം പോൾ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ, ഭയങ്കര സാക്ഷിയുള്ളൊരു മനുഷ്യൻ, ചാലക്കുടിക്കപ്പുറത്ത് കുരട്ടയിൽ കർത്താവിൻ്റെ വേല ചെയ്തു. ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ വന്നു. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ദൈവവചനം പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു രോഗം അവരുടെ ശരീരത്തിലില്ല. കഴിഞ്ഞ ദിവസം ലേക്ക് ഷോർ ഹോസ്പിറ്റലിനടുത്ത് ഷേണായി എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു വിദഗ്ധനുണ്ട്. അവിടെ കൊണ്ടുവന്ന് സ്കാൻ എടുത്തു, എക്സ്റേ എടുത്തു, 2000 രൂപ വില വരുന്ന 2 ബ്ലഡ് ടെസ്റ്റ് നടത്തി. അതെല്ലാം നോക്കിയിട്ട് അയാളുടെ ജൂനിയർ ഡോക്ടർ ആദ്യം ഈ റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇവളുടെ ശരീരത്തിൽ ഇങ്ങനൊരു വാദം കാണുന്നില്ല. വചനത്തിന് സൗഖ്യമാക്കാൻ കഴിയുമോ? കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നമ്മൾ ചിന്തിക്കുന്ന, പ്രസംഗിക്കുന്ന, ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് സൗഖ്യമാക്കാൻ കഴിയും. ആമേൻ. ഒത്തിരി ക്രിയകൾ ചെയ്യാൻ വചനത്തിന് കഴിയും. അപ്പോൾ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? 1, വചനം പ്രസംഗിക്കണം. വചനം പ്രസംഗിക്കാൻ നീ എന്ത് ചെയ്യണം? പഠിക്കണമെന്നല്ല, പഠിക്കണം, നല്ലതാ. റെഫർ ചെയ്യണം, നല്ലതാ. വചനത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? അടയിരിക്കണം. ഇപ്പം പിടിച്ചാന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്? പോകരുത്. ഒരു ദൂത് പ്രകാശിച്ചാൽ, ഒരു വചനം പ്രകാശിച്ചാൽ ആ വചനവുമായിട്ട് ദൈവമുൻപാകെ കമണ് കിടക്കണം, ധ്യാനിക്കണം. വചനത്തിൻ്റെ മുമ്പിൽ പൊരുതിരിക്കണം. മുട്ടയിട്ടിട്ട് കോഴി പൊരുതിരിക്കത്തില്ലേ, അത് വിരിയാൻ. അതുപോലെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? വചനം ഇട്ടിട്ട് അതിനെ മുകളിൽ കയറി ഇരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. വചനം വായിച്ച് മുഴങ്കാൽ മുടക്കി അതുമായി ദൈവസന്നിധിയിൽ ധ്യാനത്തിനായി കാത്തിരിക്കണം. അതൊക്കെ നല്ല കാര്യമാണ്. പുസ്തകങ്ങൾ വായിക്കണം, ബൈബിൾ വായിക്കണം, റെഫർ ചെയ്യണം, ദൂതുകൾ തയ്യാറാക്കണം. പൗലോസ് തൻ്റെ മകനായ തിമോഥെയോസിനോട് പറയുക, വചനം പ്രസംഗിക്കണം. അതിന് നീ എന്ത് ചെയ്യണം? ഏതെങ്കിലും സെമിനാരിൽ പോയി പഠിക്കണമെന്നല്ല, ഏതെങ്കിലും ഒരു തിയോളജിക്കൽ ഡിഗ്രിയുടെ ബിരുദ കൂമ്പാരം നിന്റെ വലതുവശത്ത് വേണമെന്നല്ല. വചനം പ്രസംഗിക്കാൻ നീ ഒരു കാര്യം ചെയ്യണം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കണം. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ഇന്ന് ബന്ധപ്പെട്ട് ഇവിടെ ഓടി വരാനുള്ള കാര്യം ഈ ഒരു പ്രബോധനമാണ്. വചനം പറയാൻ സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. ആമേൻ. സുവിശേഷത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് വചനം പ്രസംഗിക്കുവാൻ പ്ലാറ്റ്ഫോം ഏതായാലും അത് വിഷയമല്ല. ഞാൻ വളരെ പ്രസിദ്ധനായ ഒരു കർത്തൃദാസനെ കുറിച്ച് കേട്ടു. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ഒരാൾ കുറച്ചാൾ മുമ്പ് പറഞ്ഞാണ്, അയാളെ ഒരു ക്രൂസൈഡിനെ വിളിച്ചു. ഈ ക്രൂസൈഡിൽ പുള്ളി ഭാവന കണ്ടത് 100 കണക്കിന് ആളുകൾ ഇല്ലേ, വലിയ ഡിജിറ്റൽ സിസ്റ്റം, കൂറ്റൻ സ്റ്റേജ്, അങ്ങനെയൊക്കെ ഉള്ളത് കണ്ട ഭാവന കണ്ടാണ് ഇവരെന്ത് ചെയ്തത്? വന്നത്. അങ്ങനെയൊക്കെ ക്രമീകരിച്ചപ്പോൾ പ്രസംഗിച്ചു. ഇല്ലേലും എന്ത് ചെയ്യണം?
അവിടെ വന്നപ്പോൾ 10-80 പേർക്കകത്ത് മാത്രമേ ഉള്ളൂ ഒരു കൊച്ചു സ്റ്റേജ്. പുള്ളിക്കാരെ കെട്ടിക്കൊണ്ടുവന്ന മനക്കോട്ടയെല്ലാം ഈ സംവിധാനം കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇടിഞ്ഞുപോയി. പുള്ളി അവിടെ വന്ന് ഇച്ചിരി നേരമൊക്കെ കറങ്ങി നിന്നിട്ട് ആ സംഘാടകനായ പാവപ്പെട്ട പാസ്റ്ററെ അടുക്കിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇന്നിവിടെ ശുശ്രൂഷിക്കാൻ നിയോഗം പാസ്റ്റർക്കാണ്, പാസ്റ്റർ പ്രസംഗിക്കും, ദൈവം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പോയി. അതല്ല എൻ്റെ മറ്റൊരു സ്നേഹിതൻ പ്രഭാഷകനുണ്ട്. അദ്ദേഹം ഇതുപോലൊരു യോഗ സ്ഥലത്ത് ചെന്നപ്പോൾ പൂരം മഴ, പന്തൽ കാലി, അതുപോലെ 4-5 പേരേ ഉള്ളൂ. അയാൾ പറഞ്ഞു, പുറത്തോട്ട് മൈക്കുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. പ്രസംഗം ആരംഭിച്ചു. പക്ഷേ പന്തലിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വീഴുന്നത് കൊണ്ട് അകത്തിരിക്കുന്ന ആളുകൾ അധികം ശ്രദ്ധിച്ചില്ല. പുറത്ത് ഒരുപാട് പേര് ശ്രദ്ധിച്ചില്ല, പുറത്തൊരുത്തൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതാരാന്നറിയാമോ? 1 കിലോമീറ്റർ അപ്പുറത്തൊരു മലമുകളിലൊരു ശവക്കോട്ട ഉണ്ടായിരുന്നു. ആ ശവക്കോട്ടയിൽ ആളെ അടക്കിയിട്ടില്ലാത്തൊരു ഒഴിഞ്ഞ സെല്ല് കിടപ്പുണ്ടായിരുന്നു. ആ സെല്ലിനകത്ത് മഴയത്ത് വിഷക്കുപ്പിയുമായി ഒരു മനുഷ്യൻ ഇറങ്ങിയിരിക്കുകയായിരുന്നു. ആ ശവക്കോട്ടയിലെ സെല്ലിനകത്ത് ആരും അറിയാതെ വിഷം കരിച്ചു മരിച്ചു കിടക്കാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇറങ്ങി. വിഷക്കൊപ്പി പൊട്ടിക്കുമ്പോൾ പ്രസംഗം മരത്തിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയ മൈക്കിലൂടെ തൻ്റെ കാതിലെത്തി. ആ സുവിശേഷത്തിൻ്റെ സന്ദേശം തൻ്റെ ഹൃദയത്തിൽ മാറ്റം ഉളവാക്കി. വിഷക്കുപ്പി കുടഞ്ഞു കളഞ്ഞ് ആ സെല്ലിനകത്തൊന്ന് ചാടിക്കേറി. ആരും അറിയാതെ ആ നിമിഷം അദ്ദേഹം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. പിറ്റേ വർഷം അവിടെ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. രക്ഷിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ കൂടി വന്നവർ കോരിത്തരിച്ചു പോയി. സമയത്തിലും അസമയത്തിലും ദൈവവചനം പ്രസംഗിക്കുവാൻ വേദി നോക്കാതെ ആള് നോക്കാതെ ഞാനും നിങ്ങളും ഒരുക്കമുള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ചില ജീവിതങ്ങളൊക്കെ വിടിവിക്കപ്പെട്ട് പുറത്തു വരും. കാരണം ഒരാത്മാവിൻ്റെ വില മുഴുലോകത്തേക്കാൾ വിലയേറിയതാ. ഈ മുഴുലോകവും ഒരാത്മാവിൻ്റെ വിലയും ഒരു തുലാസിൻ്റെ 2 തട്ടിൽ വെക്കാമെങ്കിൽ എപ്പോഴും താണിരിക്കുന്നത് ആത്മാവിൻ്റെ വിലയുള്ള തട്ട. ഒരു മനുഷ്യൻ്റെ അകത്തുള്ള ആത്മാവിൻ്റെ വില ലോകത്തേക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ട് ആത്മഭാരത്തോടെ തേജസ്സിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇന്ന് പകൽ ദൈവം ചിലരെ ഒരുക്കിയെടുക്കും. ഒരു ശുശ്രൂഷയുടെ പകർച്ച ഇന്ന് പകൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ചില നിയോഗങ്ങൾ ചിലരുടെ മേൽ പരമേൽപ്പിക്കും. ഇന്നു പകൽ ആഴമായ ചില ആത്മഭാരത്താൽ ദൈവം ചിലരെ നിറയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറത്തേതങ്ങ് കട്ട് ചെയ്തേക്കാൻ. ഇതിനകത്തിന്ന് രാത്രി, ഇതിനകത്തിന്ന് പകൽ ഒരു ശുശ്രൂഷയ്ക്കായി ചിലതിനെ ഒരുക്കിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മുടെ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. വലിയ ആത്മഭാരം ദൈവം ഇന്ന് പകൽ തരും. ഭാവിയെക്കുറിച്ചുള്ള ഭാരമല്ല, കുടുംബത്തെക്കുറിച്ചുള്ള ഭാരമല്ല, മറ്റ് യാതൊരു ഭൗതിക വിഷയത്തെക്കുറിച്ചുള്ള ഭാരമല്ല. നഷ്ടപ്പെട്ടു പോകുന്ന ഇടങ്കൈ വലങ്കൈ അറിയാതെ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വലിയ ഭാരം ദൈവാത്മാവ് ഇന്ന് പകൽ ഹൃദയത്തിൽ പാകിക്കിളിപ്പിക്കും. ഹല്ലേലൂയ. എത്ര സന്തോഷമല്ലേ ആ തേജസ്സിൻ്റെ ശുശ്രൂഷയല്ലേ. മരിക്കുന്നതിന് ഒട്ടു മുമ്പ് ആ മനുഷ്യൻ തൻ്റെ മകനോട് പറയുക, മകൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ചോരയിൽ ജനിച്ചൊരു മകനല്ല, തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ തനിക്ക് കിട്ടിയ മകനാണ് തിമത്യോസ്. ആരാണ്? തിമത്യോസ്. തിമത്യോസ് നാണംകുടുങ്ങിയായിരുന്നു. ഒത്തിരി സ്വോത്രമൊന്നും പറയത്തില്ലായിരുന്നു, ആരോടും അധികം മിണ്ടത്തില്ലായിരുന്നു. ആര്? തിമത്യോസ്. ഒരു കൊച്ചു മനുഷ്യനായിരുന്നു, ശാന്തനായിരുന്നു, സൗമ്യനായിരുന്നു, ഒത്തിരി ക്ഷമാശീലനായിരുന്നു. പൊതുവെ ആരോടും ഒത്തിരി വർത്താനം പറയാത്ത ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു. ആര്? തിമത്യോസ്. ആരാധന കണ്ടു വളർന്നു വന്നവനാ, പ്രാർത്ഥന കണ്ട് വളർന്നു വന്നവനാ, ഉപവാസം കണ്ട് വളർന്നു വന്നവനാ, ദൈവവചന ശുശ്രൂഷ കണ്ട് വളർന്നു വന്നവനാ. ആര്? തിമത്യോസ്. കാരണം അവൻ്റെ അമ്മ വിശ്വാസത്തിലായിരുന്നു. അമ്മ മാത്രമല്ല, വല്യമ്മച്ചിയും
അപ്പം നല്ല ആത്മീയ അനുഭവമുള്ള കുടുംബത്തിലാണ് ആര്? തിമോത്തിയോസ്. അങ്ങനെ പൗലോസിൻ്റെ ഒരു മിഷണറി യാത്രയിൽ തനിക്ക് കിട്ടിയൊരു മകനാണ് ആര്? അങ്ങോട്ട് ചേർത്ത് നിർത്തി വിശ്വാസ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയും ആദ്യപാഠങ്ങളെല്ലാം പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന പൗലോസിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഓമന മകനാണ് ആര്? തിമോത്തിയോസ്. മരിക്കുന്നതിന് മുമ്പ് പൗലോസിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ആരെ കാണണം? പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ച ജയില, അന്ന് തടവറ. ഒരു ചരിത്രഭാഗത്ത് ഞാൻ വായിച്ചത്, ഭൂമിക്ക് സമാന്തരമായി താപ്പോട്ട് കുഴി കുഴിച്ചിട്ടെ പ്രത്യേക ആകൃതിയിൽ കെട്ടി 20 അടി താഴ്ച ഉണ്ട്. അതിനകത്താണ് പൗലോസിനെ അന്ത്യസമയത്ത് ഇറക്കി. കൂടെ ഒരാളോടുണ്ട്, അയാളുടെ പേര് ലൂക്കോസ്. കുറ്റവാളിയൊന്നുമല്ല, കൂട്ടിന് കൂടിയതാ. ലൂക്കോസ് ഒരു നല്ല സുവിശേഷകനായിരുന്നു, ഡോക്ടറും കൂടി. അപ്പം മരിക്കുന്ന സമയത്ത് പൗലോസിന് ഒറ്റ ആഗ്രഹകാരി, ഈ മരണത്തിന് വിധിക്കപ്പെട്ടവരെയാണ് ഇത്തരത്തിലുള്ള പ്രത്യേക സെല്ലുകൾക്കകത്ത് ഇടുന്നത്. അപ്പോൾ ആ സെല്ലിനകത്ത് കിടക്കുമ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ മരിക്കും, ഇവരെന്നെ കൊല്ലും. മണിക്കൂറുകൾ എണ്ണി കഴിയുക. തൊട്ടടുത്തുള്ള കുറ്റവാളികളെയൊക്കെ ഇത്ര ദിവസത്തിനകത്ത് കൊന്നു. അപ്പോൾ ദിവസങ്ങൾ എണ്ണി നാളെ ആയിരിക്കാം എൻ്റെ അവസാനം എണ്ണി കഴിയുക. അങ്ങനെ ഇരിക്കുമ്പോഴേ വാള് രാകുന്ന ശബ്ദം പുറത്ത് കേൾക്കാം. അത് കാതിലോട്ട് മുഴങ്ങിയപ്പോൾ കൂടെ കിടക്കുന്ന ലൂക്കോസ് പൗലോസിനെ ഒന്ന് നോക്കി. പൗലോസ് അങ്ങോട്ട് വന്ന് നോക്കി. പൗലോസ് പറഞ്ഞു, എൻ്റെ സമയം ഏറെക്കുറെ അടുത്തു. എനിക്കൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം ആരോടും പറഞ്ഞൊന്നുമില്ല, ആഗ്രഹം പറഞ്ഞു, എഴുതിയിട്ടുണ്ട്. ഈ തൂക്കാൻ വിധിക്കുന്ന ആളുകളെ തൂക്കിക്കൊല്ലാൻ നേരത്ത് ആരാചാരന്മാർ ആഗ്രഹം ചോദിക്കും അല്ലേ? എന്താണ് ആഗ്രഹം? അങ്ങനെ ഒരു രീതിയുണ്ട്. കസബ് എന്ന ഭീകരവാദിയെ കുറച്ച് നാൾ മുമ്പ് തൂക്കിക്കൊന്നു. 25 വയസ്സേ ഉള്ളൂ. കസബിനോട് ചോദിച്ചു, എന്താണ് ആഗ്രഹം? അറും ക്രിമിനലാണെങ്കിലും അന്ത്യരംഗം നമ്മളെ ഒത്തിരി വേദനിപ്പിക്കും. പത്രത്തിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അയാൾ പറഞ്ഞത്, എൻ്റെ അവസാനത്തെ ആഗ്രഹം സ്നേഹനിധിയായ എൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്നും ഒരു ചോറ് എനിക്ക് കഴിക്കണം. അങ്ങനെ കഴിച്ചാണ് അദ്ദേഹം തൂക്കുമരത്തിലേക്ക് പോയത്. അമേരിക്കൻ ഭരണകൂടവും ഇറാഖി പാപ സർക്കാരും കൂടെ ഏറ്റവും കരുത്തനായിരുന്ന നേതാവ് സദാം ഹുസൈൻ അയാളെ തൂക്കാൻ കൊണ്ടുപോയി. ഇപ്പോൾ ചോദിച്ചു, അന്ത്യാഭിലാഷം വല്ലതും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ലെന്ന് പറഞ്ഞു. പൗലോസിന്റെ കഴുത്ത് വെട്ടി കൊല്ലാൻ പോവുക. അന്ത്യാഭിലാഷം എന്താന്ന് ആരും ചോദിച്ചില്ല. പക്ഷേ പുള്ളിക്കൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്താ? പിറന്ന നാട് കാണണമെന്നല്ല, പെറ്റമ്മയുടെ കയ്യിൽ നിന്നും ഒറ്റ ഉരുള കൊലച്ചോറ് കഴിക്കണമെന്നല്ല. മരിക്കുന്നതിന് മുമ്പ് പൗലോസിന്റെ അന്ത്യാഭിലാഷം, എനിക്കൊരു മകനുണ്ട്. എൻ്റെ മിഷണറി യാത്രയിൽ എനിക്ക് കിട്ടിയ ഓമന മകനുണ്ട്. ചേർത്തങ്ങോട്ട് നിർത്തി ശുശ്രൂഷയുടെയും വിശ്വാസത്തിൻ്റെയും ആദ്യപാഠങ്ങൾ ഞാൻ പഠിപ്പിച്ച് ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവന്ന ഓമന മകൻ എനിക്കുണ്ട്. ആ മകനെ എനിക്കൊന്ന് കാണണം. എന്തിനാ? അവസാനമായി ചേർത്ത് നിർത്തി അവനൊരു ചുംബനം കൊടുക്കാനല്ല, യാത്ര പറയാനല്ല. എൻ്റെ ഓമന മകൻ്റെ ജയകരമായ ആത്മീയ ജീവിതത്തിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് അവന് നൽകി കൊടുക്കാൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ച ചില പ്രബോധനങ്ങളുണ്ട്. അതെനിക്കവന് കൈമാറണം. അതുകൊണ്ട് എനിക്കവനെ ഒന്ന് കാണണം. അവിടെ കടന്നുകൊണ്ട് എഴുതിയ കത്തിൻ്റെ പ്രധാന ഭാഗമാണല്ലേ നമ്മൾ വായിച്ചത്. മോനെ തിമോത്തിയോസേ, ഞാൻ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവിടുത്തെ പ്രത്യക്ഷതയും അവിടുത്തെ രാജ്യവും ചൊല്ലി ഞാൻ സത്യം ചെയ്ത് നിന്നോട് കൽപ്പിക്കുന്നത്, ഒന്ന്, നീ വചനം പ്രസംഗിക്ക. എന്തൊരു പ്രബോധനമല്ലേ! ഒന്ന് പറഞ്ഞേ, നീയേ സ്തോത്രം. നീ വചനം പ്രസംഗിച്ചാൽ വിടുവിക്കപ്പെടാൻ ചിലതുണ്ട്. നീ വചനം പ്രസംഗിച്ചാൽ പാപത്തിൻ്റെ പാശമഴിഞ്ഞ് പുറത്തു വരാൻ ചിലതുണ്ട്.
നീ വചനം പ്രസംഗിച്ചാൽ സൗഖ്യമാകാൻ ചിലതുണ്ട്. നീ വചനം പ്രസംഗിച്ചാൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടിയതിന് ചിലത് പക്വമാകാനുണ്ട്. നിന്റെ വചന ശുശ്രൂഷയിലൂടെ ചിലത് വിടുവിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് നീ വചനം പ്രസംഗിക്കേ. അതിനെന്ത് ചെയ്യണം? സമയത്തിലും അസമയത്തിലും. അപ്പോൾ ഒരു സുവിശേഷകന് വചനം പ്രസംഗിക്കാൻ സമയമോ അസമയമോ ഒന്നും ഇല്ല. കർത്താവിനെ കുറിച്ചുള്ള രക്ഷയെ പറയാൻ ഏതവസരം അവന് കിട്ടിയാലും ഉപേക്ഷയായി വിചാരിക്കാതെ അത് പ്രയോജനപ്പെടുത്തിക്കോണം. ഇന്ന് പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരം നാളെ കിട്ടണമെന്നില്ല. ഉണ്ടോ സിസ്റ്ററെ? ഉണ്ടോ സഹോദരങ്ങളെ? ഇല്ല. ഇന്ന് രക്ഷയാകുന്ന, ഇന്ന് വിമോചകനാകുന്ന, ഇന്ന് കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരാളോട് പറയാൻ അവസരം കിട്ടിയാൽ അപ്പ പറഞ്ഞോണം. ഏതവസരത്തിലും കർത്താവിനെ പ്രസംഗിക്കാൻ പറഞ്ഞോ ഒരുക്കമുള്ളവരായിരിക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഒരുങ്ങിയിരിക്കണം. എപ്പോഴും ഒരു സുവിശേഷത്തിൻ്റെ ആത്മാവുള്ളൊരു സുവിശേഷകൻ കർത്താവിനെ കുറിച്ച് എവിടെയും എപ്പോഴും പറയാൻ ഒരുക്കമുള്ളവരായിരിക്കണം. സമയത്തിലും അസമയത്തിലും വചനം പ്രസംഗിക്കാൻ എൻ്റെ മകൻ എങ്ങനെ ഇരിക്കണം? ഒരുങ്ങിയിരിക്കണം. രണ്ടാമത്തെ പ്രബോധനം എന്നാണെന്നറിയാമോ? ഇന്ന് ഈ വചനപ്രസംഗങ്ങൾ വളരെ കുറവായല്ലേ. എല്ലാം പടക്കം പൊട്ടിച്ചങ്ങ് പോവുക. ദൈവവചനം കൃത്യമായിട്ട് പറയണില്ല. അതിന് വലിയ പരാജയങ്ങൾ ആത്മീയഗോളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. നമ്മൾ ഉറയ്ക്കേണ്ടത് വചനത്തിലാണ് അല്ലേ. നമ്മൾ നിലനിൽക്കേണ്ടത് വചനത്തിലാണ്. നമ്മൾ ഫലം കായ്ക്കേണ്ടത് വചനത്തിലൂടെയാണ്. സ്തോത്രം. നമ്മുടെ ജീവന്റെ ആധാരം എന്താണ്? വചനമാണ്. നമ്മുടെ പ്രത്യാശയും നമ്മുടെ പ്രശംസയും ഒക്കെ എന്താണ്? വചനമാണ്. വചനം പ്രസംഗിക്കണം. പിന്നെന്താ പറയുന്നത്? സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അപ്പോൾ ഈ ശാസിക്കുമ്പം ക്ഷമ പോകുന്ന ഇടപാടുകളൊക്കെ ഉണ്ടാവില്ലേ. ശാസിക്കുമ്പോൾ നീ പോടാന്നൊക്കെ തിരിച്ചെന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ അടി നടന്നു. പാർശ്വ വിശ്വാസികൾ എന്ത് ചെയ്തു? അടിച്ചു. പുള്ളിയും വിട്ടുകൊടുത്തില്ല. പുള്ളി തിരിച്ച്, ചുരുക്കി പറഞ്ഞാൽ ഗോഗ് മാഗോഗ് യുദ്ധം അവിടെ നടന്നു. അത് വീഡിയോ പിടിച്ച് പ്രചരിപ്പിക്കാൻ നാണം കെട്ട കുറയാണോ അതിനകത്ത് കൂടി. മലീമസമാകുമല്ലേ നമ്മുടെ ആത്മീയഗോളം. അവിടെ നടന്ന കയ്യാങ്കളിയേക്കാൾ മാരകമായിരുന്നു അത് പ്രചരിപ്പിച്ചത് അല്ലേ. സ്നേഹത്തിൻ്റെ മാർഗം നമ്മൾ പ്രസംഗിച്ചിട്ട് അബദ്ധവശാൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചാൽ അത് സമൂഹം അറിഞ്ഞാൽ പിന്നെ ഈ മാർഗത്തെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള വാതിൽ എന്ത് ചെയ്യുക? ഭയങ്കര ഗുരുതരമായ ദോഷമാണ് ഈ മാധ്യമങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുണവുമുണ്ട്, ഗുണത്തേക്കാളേറെ ദോഷം. വലിയ പ്രശ്നമാണ് അത്. അപ്പൊ തർജ്ജനം ചെയ്യുമ്പോൾ, ശാസിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ നമുക്ക് എന്തു വേണം? ദീർഘക്ഷമ വേണം. ഓക്കെ, നീ ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. പിന്നെന്ത് ചെയ്യണം? തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. എന്തോ പ്രബോധനം! സന്തോഷമുണ്ടോ? പൗലോസ് തൻ്റെ മകനോട് പറയുക, വചനം പ്രസംഗിക്കണം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കണം. ശാസിക്കുമ്പം ദീർഘക്ഷമയും വേണം, പിന്നെന്ത് വേണം? ഉപദേശം വേണം. അത് രണ്ടും കൂടെ വെച്ച് ശാസിക്കണം, തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. എന്നിട്ട് പറയുക, അതിന് കാരണം എന്നാണെന്നറിയാമോ? നീ വചനം പ്രസംഗിക്കേണ്ട കാര്യം എന്നാണെന്നറിയാമോ? തർജ്ജനം ചെയ്യേണ്ട കാര്യം എന്നാണെന്നറിയാമോ? ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ നീ അതൊക്കെ ചെയ്യേണ്ട പിന്നിലെ കാര്യം എന്നാണെന്നറിയാമോ? അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും
സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. ഇത് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞൊരു പ്രവചനമാണല്ലേ. കാലം വരും. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അന്ന് പറഞ്ഞ കാലം വരും. എന്തോ കാലമാണ് വരുന്നത്? പഥ്യോപദേശം പൊറുക്കാത്തൊരു കാലം, കർണരസമാകുമാറ് കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്നൊരു കാലം, സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണ ഉപദേശകന്മാരെ പെരുക്കുന്നൊരു കാലം വരും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ സകലത്തിലും ആരായിരിക്കണം? നിർമ്മതനായിരിക്കണം. നിർമ്മതൻ എന്ന വാക്കിൻ്റെ ഒക്കെ അർത്ഥം ഭയങ്കരമാട്ടോ. സമചിത്തത, സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം എന്നൊക്കെ അർത്ഥമുണ്ട്. നീ സകലത്തിലും നിർമ്മതനായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. ഇന്ന് ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പിമ്പിലൊക്കെ ഒരുപാട് കഷ്ടം. ഇന്ന് കാരണം വീട് സാഹചര്യമൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ പിമ്പിൽ എന്തോരം കഷ്ടം. പിന്നെ ഭയങ്കരമായ കഷ്ടം അനുഭവിച്ചിട്ടാണ് അവരെ ദൈവം എന്ത് ചെയ്തത്? അനുഗ്രഹിച്ചിട്ടുള്ളത്. നീ കഷ്ടം സഹിക്കണം. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം. നിന്റെ ശുശ്രൂഷ എങ്ങനെ നിവർത്തിക്കണം? നിറപടിയായി നിവർത്തിക്കണം. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത്രയും കാര്യങ്ങൾ മരണത്തിൻ്റെ മുമ്പ് തൻ്റെ വാത്സല്യ മകനായ തിമോഥെയോസിനെ പ്രബോധിപ്പിച്ചങ്ങോട്ട് ഉറപ്പിച്ച ശേഷം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നിലേക്ക് തിരിഞ്ഞിട്ട് തന്നെക്കുറിച്ച് പറയുക, മോനെ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോകുകയാണ്. എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തീരാൻ പോവുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഞാൻ അവസാനിക്കാൻ പോവുക. ഇവരെന്നെ കൊല്ലാൻ പോവുക. നീറോ ചക്രവർത്തിയുടെ കണ്ണിൽ ചോരയില്ലാത്ത പടയാളി പരീക്ഷകൾ എൻ്റെ കഴുത്തു വെട്ടിയോ തലകീഴായി എന്നെ ക്രൂശിച്ചോ, അല്ലെ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് വലിച്ചെറിഞ്ഞോ, മെഴുകിൽ തുറ്റിയ ലിനന്റെ ശരീരത്തിൽ ചുറ്റി മെഴുകുതിരി കത്തിക്കുന്ന പോലെ കത്തിച്ചോ, അവരെന്നെ അവസാനിപ്പിക്കാൻ പോകുകയാ. അതാ പറഞ്ഞത്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. മരണം മണികിലിക്ക് എന്നെ ഗ്രസിക്കാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് കാണാം. മരണത്തിൻ്റെ മണിനാദം എൻ്റെ കാതിൽ മുഴങ്ങുന്നത് എനിക്ക് കേൾക്കാം. മരണത്തിൻ്റെ ഇരുട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാം. അടുത്ത ഏത് നിമിഷവും ഇവരെന്നെ കൊല്ലും, ഞാൻ മരിക്കും. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. മരണസമയത്ത് പൗലോസ് പറഞ്ഞ പ്രബോധിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകനെ പ്രബോധിപ്പിച്ച ശേഷം മരണസമയത്ത് പൗലോസ് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല. ഒരു കാര്യം മാത്രം നമുക്കൊന്ന് ചിന്തിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മരണസമയത്ത് പൗലോസ് പറയുകയാണ്, ഞാൻ എന്തൊക്കെ ചെയ്തു? നല്ല പോർ പൊരുതി. 3 കാര്യമാണ് പറഞ്ഞത്. നല്ല പോര് പൊരുതി, പിന്നെ ഓട്ടം, വിശ്വാസം. ഇത് 3 പറയാനൊരു വിശ്വാസിക്ക് എന്ത് ചെയ്യണം? അപ്പോഴാണ് നാം കഴിക്കുന്ന ആത്മീയ ജീവിതം ധന്യമാകുന്നത്. നാം കഴിക്കുന്ന ആത്മീയ ജീവിതം അനുഗ്രഹമാകുന്നത്. നാം കഴിക്കുന്ന ആത്മീയ ജീവിതം പ്രാഗൽഭ്യമുള്ളതാകുന്നത്. ഈ 3 കാര്യം പറയാൻ കഴിയുമ്പോഴാണ് ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നല്ല പോർ പൊരുതി എന്ന് പൗലോസ് പറയണമെങ്കിൽ ക്രിസ്തീയ ജീവിതം പോർക്കളമാണ്. ആണോ? ക്രിസ്തീയ പോർക്കളമാണോ? അതെ. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം,
വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം. വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം. വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം. വല്ലഭന്റെ നല്ല പാത. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. എത്ര നല്ലൊരു പാട്ടല്ലേ. അപ്പൊ ക്രിസ്തീയ ജീവിതം പോർക്കളമാണ്. അവിടെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പോരാടി വേണം പോകാൻ. ഇന്നും പോരാടുന്നവർക്കായി സ്വന്തം നമുക്കെന്തുണ്ട്? പോരാട്ടം ഉണ്ടില്ലേ? ഇവിടുത്തെ വിശ്വാസികൾക്ക് പോരാട്ടമുള്ളത് സഹശുശ്രൂഷകരോടാണ് അല്ലേ. കുമ്പനാടൊക്കെ ഭയങ്കര ഇലക്ഷൻ നടക്കുകയാണല്ലേ. തമ്മിൽ പോരാടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോരാടുക. വിശ്വാസിയെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവവൈതലിന് പോരാട്ടം ഉണ്ട്. അവന് പോരാട്ടമുള്ളത് മാംസരക്തങ്ങളോടല്ല. അവന് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിൻ്റെ അധിപതിയോട്, സ്വർലോകങ്ങളിലെ സകല ദുഷ്ടാത്മ സേനയോട് നമുക്ക് എന്തുണ്ട്? പോരാട്ടമുണ്ട്. ഓ, ആ പോരാട്ടം 2 ദിവസത്തേക്കല്ല. ആ പോരാട്ടം 2 വർഷത്തേക്കല്ല. ആ പോരാട്ടം ഒരു പതിറ്റാണ്ടേക്കല്ല. നമ്മുടെ ആയുസിന്റെ അന്ത്യനിമിഷം വരെ ആ പോരാട്ടമുണ്ട്. പകൽ ആ പോരാട്ടത്തിന് വേണ്ടി തയ്യാറാകണം. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും നീ അഭ്യസിപ്പിക്കണം. നമുക്ക് പോരാട്ടമുണ്ട്. ഓരോ ദിവസവും പോരാട്ടമുണ്ട് പ്രിയരെ. നമുക്ക് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ജഡപ്രകാരമുള്ളവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പോരിൻ്റെ ആയുധം എന്താ? കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള യേശുക്രിസ്തുവിൻ്റെ നാമമാണ് ഞങ്ങളുടെ പോരിൻ്റെ ആയുധം. നിന്നെ തകർത്ത് കളയാൻ, നിന്റെ ദൈവകൃപയെ തകർത്ത് കളയാൻ, നിന്റെ ദർശനത്തെ തകർത്ത് കളയാൻ, നിന്റെ വെളിപ്പാടുകളെ തകർത്ത് കളയാൻ, നിന്റെ വിശുദ്ധ ജീവിതത്തെ തകർത്ത് കളയാൻ പോരാടുന്ന വാഴ്ചകളെ, പോരാടുന്ന അധികാരങ്ങളെ, പോരാടുന്ന ഈ ലോകത്തിന്റെ അധിപതികളെ പോരാടി തോൽപ്പിക്കേണ്ടതിന് നിന്റെ കരത്തിൽ തമ്പുരാൻ തന്നിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് സകല കോട്ടക്കൊത്തളങ്ങളെയും ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ള യേശുവിന്റെ നാമമെന്ന ആയുധമാണ്. സ്തോത്രം. ഒരു ദൈവവൈതലിന് പോരാട്ടമുള്ളത് എന്തിനോടാണെന്നറിയാമോ? സ്തോത്രം. ദൈവത്തിന് പോരാട്ടമുള്ളത് ലോകത്തോടാണ്. പിന്നെ
ജഡത്തോടാണ്, പിന്നെ പിശാചിനോടാണ്. ത്രിവിധ ശക്തിയോടാണ് ഒരു ദൈവപൈതലിന് പോരാട്ടമുള്ളത്. ത്രിവിധ ശക്തിയോട്. ആമേൻ. ലോകം, ജഡം, എന്ന് പറഞ്ഞേ പിശാച്. എന്തിനോടൊക്കെയാ പോരാട്ടമുള്ളത്? ലോകത്തോട്, ജഡത്തോട്. ഇതിനെ മൂന്നിനെയും ജയിക്കാൻ ഇന്ന് പകലൊരു അഭിഷേകം ഏറ്റെടുത്ത് ഈ ഹാള് വിട്ടു മടങ്ങാവൂ. ശക്തമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തോണം. ഓട്ടം തെറ്റിക്കുന്ന, ലക്ഷ്യം തെറ്റിക്കുന്ന, വിരുദിനെ തെറ്റിക്കുന്ന, വെളിപ്പാടിനെ തെറ്റിക്കുന്ന, ദൈവമായുള്ള വ്യക്തിപരമായ റിലേഷൻഷിപ്പിനെ തെറ്റിക്കുന്ന, ലോകത്തെ ജയിക്കാൻ, ജഡത്തെ ജയിക്കാൻ, പിശാചിനെ ജയിക്കാൻ പകലങ്ങളുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേന്ന് ഹൃദയംഗമായി ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. ആമേൻ. ലോകത്തോടാണ് പോരാട്ടം, ജഡത്തോടാണ് പോരാട്ടം, പിന്നെ പിശാചിനോടാണ് നമുക്ക് എന്തുള്ളത്? പോരാട്ടമുള്ളത്. ഈ ത്രിവിധ ശക്തിയോട് പോരാടി നിരന്തരം വിജയം കൈവരിച്ച ഒരു ഭക്തൻ്റെ അന്ത്യമൊക്കെ എത്ര മനോഹരമായിരിക്കില്ലേ ബ്രദറെ? സ്തോത്രം. ഈ പോരാട്ടമാണ് നമ്മളെ ലോകത്തിൽ വ്യത്യസ്തരാക്കുന്നത്. പാപലോകത്തിൽ, ദുഷ്ടലോകത്തിൽ, ഈ ലോകത്തിൽ ഈ പോരാട്ടമാണ് നമ്മളെ ആരാക്കുന്നത്? ലോകത്തോട് പോരാടിക്കണം. ലോകം, ലോകം നമ്മുടെ അകത്ത് കയറരുത്. സ്തോത്രം. കാരണം ഈ ലോകം ദൈവം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. ഞാനത് വിശദീകരിക്കുന്നില്ല. ജഡത്തോട് പോരാടണം. ജഡം ഒരിക്കലും നമ്മെ നയിക്കരുത്. ജഡം ഒരിക്കലും നമ്മെ വാഴരുത്. ജഡം ഒരിക്കലും നമ്മളെ കീഴ്പ്പെടുത്തരുത്. ജഡം ഒരിക്കലും നമ്മെ ഭരിക്കരുത്. ജഡത്തിൻ്റെ ഒരു ചിന്തയും, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ദൈവകൃപയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന വഞ്ചനകളാണത്. അതിനെ പോരാടണം. ആമേൻ. പിന്നെ പിശാചിനെ എല്ലാം കാരണക്കാരനായ പിശാചിനോട് ഓരോ ദിവസവും പോരാടണം. മുട്ടുമടക്കി അവനോട് പോരാടണമെന്നുള്ള ദൈവകൃപ പ്രാപിച്ചോണം. അപ്പം നമുക്ക് പോരാട്ടം ഉണ്ട്. ക്രിസ്ത്യ ജീവിതം, ഞാൻ നല്ല പോർ പൊരുതി എന്ന് പൗലോസ് പറഞ്ഞ ക്രിസ്ത്യ ജീവിതം എന്താണ്? നല്ല ഒന്നാന്തരം പോർക്കളമാണ്. ലോകത്തോട് പോരാടിയത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ സകലവും ചപ്പെന്നും ചവറെന്നും. ജഡത്തോട് പോരാടിയിട്ടോ പൗലോസ് പറഞ്ഞത്, ലാഭമായതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. പിശാചിനോട് പോരാടിയത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് എനിക്ക് കർത്താവിനോട് കൂടെ ചേരുന്നത് അത്യുത്തമം. അപ്പോൾ ഓരോ ദിവസവും ഈ മൂന്ന് ശക്തികളോട് പൗലോസ് എന്ത് ചെയ്തു? പോരാടി പോരാടി പോരാടി. കർത്താവിനോട് പ്രാർത്ഥിച്ചോണം, കർത്താവേ ഇതിനോടൊക്കെ പോരാടാനുള്ള ദൈവകൃപ അങ്ങൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിച്ചോണം. അപ്പോൾ ക്രിസ്തീയ ജീവിതം പോർക്കളമാണ്. വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്താം. പിന്നെ അദ്ദേഹം പറയാ, ഞാൻ ഓട്ടം തികച്ചു. അപ്പൊ ക്രിസ്തീയ ജീവിതം പോർക്കളം മാത്രമല്ല മക്കളെ, ക്രിസ്തീയ ജീവിതം ഓട്ടക്കളം കൂടെയാ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ബ്രദറെ? ഓടിക്കൊണ്ടേയിരിക്കണം. സങ്കീർത്തനത്തിൽ ദാവീദ് എന്താ പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പോൾ നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. പിന്നെ ഒരു വിശ്വാസി ഓടിക്കൊണ്ടിരിക്കണം. എന്ന് പകലിലും ഓടിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കാലുകൾക്ക് വിശ്രമം കൊടുക്കാതെ, മനസ്സിന് വിശ്രമം കൊടുക്കാതെ, ശരീരത്തിന് വിശ്രമം കൊടുക്കാതെ ഇന്നും ഓടുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീക ജീവിതം ധന്യമാണ്. എങ്ങോട്ടാ ഓടേണ്ടിയത്? എങ്ങനെയാ ഓടേണ്ടിയത്? ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതെല്ലാം മറന്ന്
മുൻപിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. കരമടിച്ച് ആത്മാവിലൊന്ന് ബലപ്പെട്ട് ശക്തിയോടെ ക്രിസ്തീയ ജീവിതം പോർക്കളം മാത്രമല്ല പ്രിയരെ, ക്രിസ്തീയ ജീവിതം ഓട്ടക്കളമാണെങ്കിൽ എങ്ങോട്ടാണ് ഞാനും നിങ്ങളും ഓടേണ്ടിയത്? എങ്ങനെയാണ് ഞാൻ നിങ്ങളും ഓടേണ്ടിയത്? സാക്ഷാൽ പിൻപിലുള്ളത് മറക്ക്. പിൻപിലുള്ളതൊക്കെ ഓർത്താൽ ഓടാൻ പറ്റുകയില്ല. പറ്റുമോ? പറ്റത്തില്ലെന്ന് ഇങ്ങനെ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും, നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിൻപിലുള്ളതൊന്നും വിഷയമല്ല. യെശയ്യാ പറഞ്ഞൊരു വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിച്ചു വരും. നിങ്ങൾ പണ്ടുള്ളവയെ ഓർക്കണ്ട, ഇപ്പോഴുള്ളവയെ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിച്ചു വരും. പിൻപിലുള്ളത് മറന്നേക്ക്. ഇന്നലകളുടെ പരാജയം മറക്ക്, ഇന്നലകളുടെ തോൽവി മറക്ക്. ഇന്നീ നിമിഷം വരെ നോട്ടത്തിൽ, ചിന്തയിൽ, ഹൃദയ വിചാരങ്ങളിൽ, രഹസ്യ ജീവിതത്തിൽ വന്നുപോയതിന് മറക്ക്. അതിനെ ഓർക്കാൻ ശ്രമിക്കണ്ട. പിൻപിലുള്ളത് മറക്ക്, പിൻപിലുള്ളത് ഉപേക്ഷിക്കുക, പിൻപിലുള്ളത് തള്ളിക്കള, പിൻപിലുള്ളതിലേക്ക് നോക്കണ്ട. ഇന്നലത്തെ പരാജയം ഓർത്താൽ, ഇന്നലത്തെ ബലഹീനത ഓർത്താൽ, ഇന്നലത്തെ വീഴ്ചകൾ ഓർത്താൽ, ഇന്നലത്തെ കുറവുകൾ ഓർത്താൽ നിന്റെ മുൻപോട്ടുള്ള ഓട്ടത്തെ അത് ബാധിക്കും. നിന്റെ പൂർവകാലം ചൂണ്ടിക്കാട്ടി നിരാശ നിന്റെ ഹൃദയത്തിലിട്ട് നിന്റെ വിരുദ്ധ തെറ്റിക്കുവാൻ ജീവിതങ്ങളെ പിശാച് കയ്യിലെടുക്കുമ്പോൾ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നത് ഇന്നലകൾ കഴിഞ്ഞുപോയി. ആമേൻ. ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷാദിവസം. പിൻപിലുള്ളതെല്ലാം എന്ത് ചെയ്യണം? മറക്കണം. പിൻപിലുള്ളതൊക്കെയും മറക്കണം. പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാ, മുൻപിലുള്ള ലാക്കിലേക്ക് നേരെ ഓടിടാം. പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുൻപിലുള്ള ലാക്കിലേക്ക് നേരെ ഓടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി പിൻപിലുള്ളതൊക്കെയും മറക്കാം. പിൻപിലുള്ളതൊക്കെ ഓർത്താൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മളെ നന്നായി അറിയാവുന്ന ഒരാളെ ഉള്ളത് ആരാ? ദൈവത്തിനെല്ലാം അറിയാവുന്ന. ദൈവം നമ്മളുണ്ടാകുന്നതിന് മുമ്പ്, ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് നമ്മെ അറിയാവുന്നവനാണല്ലോ ആര്? പിന്നെ പല കാര്യങ്ങളും ദൈവം അറിയത്തില്ലെന്ന് പറഞ്ഞ് അങ്ങ് മിണ്ടാതിരിക്കുമോ? നമ്മളെ ലോകത്തിൽ നന്നായി അറിയാവുന്ന ഒരാളുള്ളത് നമ്മുടെ ഭാര്യയല്ല, അവർക്ക് ഒട്ടും അറിയത്തില്ല. പിള്ളേരല്ല, അവർക്ക് തങ്ങൾക്കൊന്നും അറിയത്തില്ല. കൂട്ടുകാരല്ല, നമ്മെ നന്നായി അറിയാവുന്ന ഒരുത്തനേ ഉള്ളൂ, നമ്മൾ തന്നെയാണ്. ആരാ നമ്മൾ പുള്ളികളെന്നറിയാവോ? നമുക്ക് മാത്രമേ അറിയൂ. എവിടെയാണ് പരാജയം? എന്തിനാണ് വീഴ്ച? എന്തിനാണ് താഴ്ച? എവിടെയാണ് പൈപ്പ് പൊട്ടി ഒഴുകിയ പോലെ ദൈവകൃപ പൊട്ടിച്ചോർന്ന് പോയത്? ഏത് വിഷയത്തിലാണ് പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടത്? അറിയാം നമുക്ക് നന്നായിട്ട്. അത് കണ്ടുപിടിക്കുക, തിരുത്തുക, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. സാക്ഷാൽ പിൻപിലുള്ളതെല്ലാം മറക്ക്, മുൻപിലുള്ളതേക്ക് ആയ്. എന്നിട്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ, എന്ത് വിളിയാ? പരമവിളിയുടെ വിരുദിനായിട്ട് എങ്ങോട്ട് ഓടണം? പാഞ്ഞു പൊക്കോണം. എവിടേക്ക്? ലക്കിലേക്ക്. ഒട്ടക്കളത്തിൽ ഓടുന്നവര് ഒന്നോ രണ്ടോ പേരാണ് മക്കളെ, അനേകരാ. പക്ഷെ വിരുദ് പ്രാപിക്കുന്നവൻ ഒരാളാ. ആ ഒരാൾ ഞാനാകണം, ആ ഒരാൾ നീ ആകണം. ക്രിസ്തീയ ജീവിതം ഓട്ടക്കളമാണ്, ക്രിസ്തീയ ജീവിതം പോർക്കളമാണ്. അപ്പൊ ഞാൻ നല്ല പോർ പൊരുതി. പിന്നെന്താ ചെയ്തത്? ഒരു കുറച്ച് സമയം കൊണ്ടിരിക്കാവോ? ഓട്ടം തികച്ചു. 10 മിനിറ്റോടെ വിശ്വാസം കാത്തു. ആമേൻ. അപ്പോൾ ഓട്ടക്കളമാണ്, പോർക്കളമാണ്, വിശ്വാസ ജീവിതമാണ്. ഏത്? ക്രിസ്തീയ ജീവിതം. വിശ്വാസം കാത്തു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു പ്രഖ്യാപനമാണ് വിശ്വാസം കാത്തു. നെഞ്ചത്ത് കരം വെച്ച് ഏത് നിമിഷവും നമുക്ക് പറയാൻ കഴിയണം, ഞാൻ വിശ്വാസം എന്ത് ചെയ്തു? കാത്തു.
അങ്ങനെ പറയാൻ കഴിയുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് എത്ര വർഷമായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത് 10 വയസ്സിലാണ്. എൻ്റെ കർത്താവിന് വേണ്ടി ഹൃദയത്തെ പൂർണ്ണമായി തുറന്നത് 10 വയസ്സിലാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് 11 വയസ്സിലാണ്. ഞാൻ വിശ്വാസ സ്നാനം ജലത്തിൽ സ്വീകരിച്ചത് 11 വയസ്സിലാണ്. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെടുന്നത് 12 വയസ്സിലാണ്. 32 വർഷമായിട്ട് ഞാൻ ഈ വിശ്വാസത്തിലുണ്ട്. എനിക്കും പറയാൻ കഴിയണം, വിശ്വാസം ഇതുവരെ ഞാൻ കാത്തു. അങ്ങനെ പറയാൻ കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം അനുഗ്രഹമാകുന്നത്. അങ്ങനെ പറയാൻ കഴിയുന്നത് എത്ര ഭാഗ്യമായില്ലേ. ഇറങ്ങിത്തിരിച്ച് അനേകര് പാതി വഴിയിൽ പട്ടുപോയി ഇല്ലേ. പ്രസിദ്ധനായൊരു പ്രവാചകൻ, വെളിപ്പാടിൻ്റെ ഒത്തിരി നിറമുള്ളൊരു പ്രവാചകൻ, ചൊവ്വാഴ്ചയൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾക്ക് അന്ന് കൊയ്ത്ത. കാര്യം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആളുകളെ കൊണ്ടുവരണം. ദൂരേന്നൊക്കെ ആളുകൾ വരും അതേ ദൂതുകൾ കേൾക്കാനും ശുശ്രൂഷ അനുഭവിക്കാനും. സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ബാറിൽ നിന്നും അദ്ദേഹത്തെ നാട്ടുകാർ കൈയോടെ ഇന്ന് അദ്ദേഹം ശുശ്രൂഷയിൽ ഇല്ല. എത്ര ഹൃദയഭേദകമായ ഒരു വാർത്തയല്ലേ. ഒരുപാട് പേരെ ദൂത് പറഞ്ഞ് ദൈവകൃപയിൽ ഉറപ്പിച്ച മനുഷ്യൻ, ഒരുപാട് പേരെ കൈപിടിച്ച് സത്യത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യൻ ഇന്ന് വിശ്വാസം വിട്ട് ലോകമോഹിയായി പിന്മാറിപ്പോയി. ഞങ്ങൾ ഒരുപാട് പേരെ കൈവച്ച് അഭിഷേകം ചെയ്ത ഒരു കർത്തൃദാസനുണ്ടായി. അദ്ദേഹം വിശ്വാസം വിട്ടു, ഭ്രാന്തനായി തന്നെ മരിച്ചു. അങ്ങനെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളും എക്കാലഘട്ടങ്ങളിലും നമുക്ക് മാറോട് കരം വെച്ച് പറയാൻ കഴിയണം, ഞാൻ വിശ്വാസം എന്ത് ചെയ്തു, കാത്തു. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി 10 വർഷം കഴിഞ്ഞില്ല. വിശ്വാസത്തിന് വേണ്ടി പോരാടി, വിശ്വാസത്തിന് വേണ്ടി ഓടി ഓട്ടം തികച്ച് ആയുസിൻ്റെ അന്ത്യ സെക്കൻഡിൽ ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ലോകവ്യാപകമായിട്ട് വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഒരു കാലത്ത് ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നവർ, വിശ്വാസത്തെ പഠിപ്പിച്ചവർ, വിശ്വാസത്തെ പ്രചരിപ്പിച്ചവർ, വിശ്വാസത്തെ പ്രസംഗിച്ചവർ, ഒരു കാലത്ത് ഈ വിശ്വാസത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുവാൻ തയ്യാറായി നിന്ന് ഒട്ടനവധി ആളുകൾ ഇന്ന് വിശ്വാസം വിട്ട് വിശ്വാസത്യാഗികളായി പോയിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യുതി ബാധിച്ച ഈ വല്ലാത്ത തലമുറയിൽ നമുക്ക് ആയുസിന്റെ അന്ത്യനിമിഷം വരെ മാറോട് കരം വെച്ച് പറയാൻ കഴിയണം, ഞാൻ പ്രാപിച്ച വിശ്വാസം ഇന്നയോളം കാത്തു. മരിക്കും വരെ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ എൻ്റെ വിശ്വാസത്തെ എന്ത് ചെയ്തു, വിശ്വാസത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ പോരുകളും പോരാട്ടമൊക്കെ ഉണ്ടായി. എന്താ വിശ്വാസം? അത് നമുക്കെല്ലാം അറിയാമല്ലോ അല്ലേ. അത് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, ആശിക്കുന്നതിൻ്റെ ഉറപ്പും പിന്നെന്താണ്, ഞാനങ്ങ് മറന്നുപോയി. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ത്, വിശ്വാസം. അത് തന്നെ, അതിനപ്പുറത്തെ വ്യാഖ്യാനമൊന്നും. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്താ ആശ? എന്താണ് ആശ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താ കാണാത്ത കാര്യം? ഒരു പാട്ടുണ്ട്, ലക്ഷ്യമതാണേ എൻ ആശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ, ലക്ഷ്യമതാണേ എൻ ആശയതാണേ
എൻ ജീവനാഥനെ ഞാനിന്നു കാണുമോ. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനിന്നു കാണുമോ. എത്ര നല്ല പാട്ടല്ലേ. ലക്ഷ്യമതാണ്, എൻ്റെ ആശയതാണ്. വിശ്വാസിയേ, എന്താ നിന്റെ ലക്ഷ്യം? വിശ്വാസിയേ, എന്താ നിന്റെ ആശ? കാൽവറിയുടെ കുലമരത്തിൽ അവസാനത്തുള്ളി ചോര ഊറ്റി നിന്നെ വീണ്ടെടുത്ത നിന്റെ പ്രാണനാഥനെ കാണുന്നതാണ് ഏറ്റവും വലിയ ആശയെന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. നഷ്ടപ്പെട്ടു പോകുന്ന മായയാകുന്ന ലോകത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുന്നതാണോ ആശ? അല്ല. ആമേൻ. അദ്ദേഹം പറഞ്ഞല്ലോ, ഷാജഹാൻ മുംതാസിന് വേണ്ടിയില്ലേ, നല്ലൊരാശയം. ഞാൻ അടുത്ത വേദി കടമെടുക്കും കേട്ടോ. ആ ചക്രവർത്തി തൻ്റെ സ്നേഹനിധിയായ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണി പഠിപ്പിച്ചു കൊടുത്ത ഒരു വലിയ അത്ഭുതമാണ്. ഇവിടെ ഉദിച്ചുയർന്ന നാഗരികതകളിൽ ഒന്നാണത് അല്ലേ? ഏത്? ആഗ്രയുടെ തീരത്തല്ലേ തലപൊക്കി നിൽക്കുന്നൊരു മാർബിൾ കൊട്ടാരം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് കോടിക്കണക്കിന് ടൂറിസ്റ്റുകൾ അവിടേക്ക് ഒഴുകുകയാണ്. നിലാവട്ടത്തത് ലൈറ്റില്ലാതെ തിളങ്ങും, അത്ര നിലയിലാണത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ പ്രിയതമയുടെ മധുരമുള്ള സ്മരണയ്ക്ക് ചക്രവർത്തി പണിത് കൊടുത്തത് എന്താ? ലോകത്തിലെ ഒരു അത്ഭുതമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവേ നമ്മളോടുള്ള സ്നേഹനിമിത്തം നമുക്ക് തന്നെന്താ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവായി നമുക്ക് തന്നത് എന്താണെന്നറിയാമോ? തൻ്റെ ഓമനകുമാരനെയാ. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് വേണ്ടി എറിഞ്ഞിട്ട് തകർത്ത് കളഞ്ഞു കാൽവറിയിൽ. അത് ക്രൂശ് രാത്രി ഞാൻ പ്രസംഗിക്കാം. തകർത്ത് കളഞ്ഞു ഇല്ലേ? അവിടെ മക്കളൊക്കെ ഓടി വീണ് മുട്ടുകൂട്ടിയാൽ 1 വയസ്സ് എൻ്റെ മോക്ക്, ഇളയ മോക്ക് ഈ ശനിയാഴ്ച 1 വയസ്സ് പ്രായമാകുക. ഇന്നലെ എൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങിയ പിന്നെ ഇന്ന് വരെ വീണിട്ടില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ നിന്ന് ഉച്ചയും കുത്തി താപ്പോട്ട് വീണു. ഒന്നും പറ്റിയില്ല. ഒരു പട്ടിക്കുട്ടിയുണ്ട്, അതിനെ പിടിക്കാൻ വാതിലിൽ നിന്ന് പുള്ളി മുമ്പോട്ടാഞ്ഞതാ. നേരെ 3 സ്റ്റെപ്പും മറിഞ്ഞ് പുള്ളി താഴെ വീണിട്ട് ഒറ്റ ചിരി. പുള്ളിക്ക് അതിൽ ഇഷ്ടമായി പോയി ആ വീഴ്ച. ഒന്നും പറ്റിയില്ലല്ലോ. ഞാനപ്പോൾ വേറൊരു സ്ഥലത്ത് നിൽക്കുക. കുഞ്ഞു വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല. ഞാൻ എൻ്റെ ആവശ്യം ഉപേക്ഷിച്ച് ഓടി വീട്ടിൽ വന്നു. സ്റ്റെപ്പേന്നാ വേണം, എന്തെങ്കിലും പറ്റിയോ? നമ്മുടെ മക്കളൊന്നും മറിഞ്ഞു വീണാലേ എന്തൊരു പ്രയാസമാണ് നമുക്കില്ലേ? സഹായം പോലും നമ്മൾ എന്ത് ചെയ്യും? മുടക്കിക്കളയും. കൊച്ചിൻ്റെ മുട്ട് പൊട്ടിയാൽ നമ്മൾ സഹായം പോലും മുടക്കും. ചിലർ തിരുവത്താഴം പോലും എന്ത് ചെയ്യില്ല, എടുക്കുകയില്ല. അങ്ങനെയെങ്കിലും ഓമനകുമാരനെ മുട്ടുപൊട്ടുകയാണോ ചെയ്തത്? തകർത്ത് കളഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്നാണെന്നറിയാമോ? നമ്മുടെ ലക്ഷ്യം നമ്മുടെ പാപത്തിന് വേണ്ടി തകർന്ന തരിപ്പണമായ നമ്മുടെ പ്രിയനാഥനെ കാണുന്നതാണ് നമ്മുടെ ലക്ഷ്യം. യോബ് പറയുന്നുണ്ട്, ദേഹമെല്ലാം പഴുത്ത് നശിച്ചു പോകുമ്പം പറയുന്നുണ്ട്, ഇത് മൊത്തം പോട്ടിടോ, അഴുകി പോട്ടിടോ. എന്നിട്ട് അവസാനം പറയുകയാണ്, ഇത് മൊത്തം ക്ഷയിച്ചു പോയാലും ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. അവരെൻ്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. അന്യൻ്റെ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. നമ്മുടെ ലക്ഷ്യം അതാകട്ടെ.
കാൽവരിയുടെ കുലമരത്തിൽ അവസാനത്തുള്ളി ചോര ഊറ്റി നമ്മെ വീണ്ടെടുത്ത പ്രാണപ്രിയനെ ഒരു നാൾ കാണുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആമേൻ. അപ്പോൾ പൗലോസും മരിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം, വിശ്വാസം കാത്തു. വിശ്വാസം എന്താണ്? വിശ്വാസം അപ്പോൾ ഞാൻ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അല്ലേ? കാണാത്ത കാര്യങ്ങളുടെ, അവിടെ വന്നപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കയറിപ്പോയത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു കാര്യമുണ്ട്, അത് നിത്യതയാണ്. നമ്മുടെ കർത്താവാ. കണ്ടിട്ടുണ്ടോ? ഇല്ല. നിത്യത കണ്ടിട്ടുണ്ടോ? പക്ഷേ നമ്മുടെ ഉറപ്പ് അത് നമ്മളവിടെ എന്ത് ചെയ്യും? കാണുമെന്നല്ല, അവിടെ മോശ കനാൻ നാട് കണ്ടതുപോലെ കാണുമെന്നല്ല, നമ്മളവിടെ ചെല്ലും. അതിനുവേണ്ടി അങ്ങ് പുറപ്പെട്ടു നമ്മളല്ലേ. ആ പുറപ്പെടുമ്പോഴാണ്, ആ വെളിപ്പാടാണ് നമ്മളെ അബ്രഹാമിൻ്റെ മക്കളാക്കി മാറ്റുന്നത്. ഇല്ലേ? സഖായി മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക യേശു വരുന്നത് കാണാൻ. തത്തിപ്പിടിച്ച് മരത്തിൻ്റെ മുകളിൽ കയറി ശ്വാസം മുട്ടി നാപ്പോട്ട് നോക്കിയപ്പോൾ കർത്താവ് വരുന്നത് കണ്ടു. കർത്താവ് മരത്തിൻ്റെ ചോട്ടിൽ വന്നിട്ട് മേപ്പോട്ട് നോക്കാൻ വിളിച്ചു, സക്കായേ ഇറങ്ങി. സക്കായി ഇരിക്കുന്ന മേപ്പോട്ട് നോക്കി കണ്ടോ? ആരെയും സക്കായിയുടെ ഫോൺ നമ്പർ കൊടുത്തോ? ഇല്ല. ഒറ്റ വിളിയാ, സക്കായേ. പേരിൻ്റെ ആദ്യത്തെ അക്ഷരമൊന്നുമല്ല വിളിച്ചു കേട്ടോ. ഇന്നത്തെ പൊടിപ്രവാചകരൊക്കെ വന്നിട്ട് പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വിളിക്കും. എന്തിനാ അക്ഷരം വിളിക്കുന്നത്? നാം ജനിക്കും മുമ്പ് നമ്മെ അറിയാവുന്നവല്ലേ നമ്മുടെ കർത്താവ്. പിന്നെ അക്ഷരം വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇറങ്ങി വാ. അന്നേരം ഇറങ്ങി വന്നു. വയറൊറഞ്ഞ് മരത്തിൻ്റെ മുകളിൽ നിന്ന് താപ്പോട്ട് ഇറങ്ങി വന്നിട്ട് സക്കായി പറയാ, ഞാൻ ടാക്സ് പിരിക്കുന്നയാളാ, ഞാൻ കരം പിരിക്കുന്ന, ചുങ്കം പിരിക്കുന്ന. അധികം വല്ലതും ആരോടെങ്കിലും മേടിച്ചാൽ 7 ഇരട്ടിയായി ഞാൻ എന്ത് ചെയ്യാം? അതിനു മുമ്പ് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഓ, കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ തീരുമാനമാണ്, വിളിച്ച ദൈവത്തിൻ്റെ മുൻപാകെയുള്ള നമ്മുടെ സമർപ്പണമാണ് കർത്താവിനെ നമ്മുടെ വീട്ടിൽ പാർപ്പിക്കേണ്ടത്. ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുന്നത് നമ്മുടെ മനോഭാവമാണ് പ്രിയരേ, നമ്മുടെ സമർപ്പണമാണ്. ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പാർക്കാനുള്ളതാ, ഇറങ്ങി വരാൻ പറഞ്ഞു. ചാടിപ്പുള്ളി നീളക്കുറവല്ലേ, തത്തിപ്പിടിച്ച് ചാടി ഇറങ്ങി വന്നിട്ട് കർത്താവിന് മുമ്പിൽ വന്ന് കമന്ന് കളന്നിട്ട് പറയുക, ചുങ്കം പിരിക്കുന്ന ആളാ, ടാക്സ് പിരിക്കുന്ന ആളാണ്, കരം വിളിക്കുന്ന ആളാ, അധികമായിട്ട് ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് വല്ലതും മേടിച്ചാതെ നാളെയല്ല ഈ നിമിഷം 7 ഇരട്ടിയായിട്ട് ഞാൻ. ഉടനെ കർത്താവ് അവനെ നോക്കിയിട്ട് പറയുക, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവനും അബ്രഹാമിൻ്റെ മകനാണ്. അബ്രഹാമുമായിട്ട് ബന്ധമൊന്നുമില്ല സക്കായിക്കുണ്ടോ? ബ്ലഡ് റിലേഷൻ ഉണ്ടോ? അബ്രഹാമിന് കൊച്ചുമോനാണോ? അല്ല, യാതൊരു റിലേഷനും ഇല്ല. പിന്നെ ഇവൻ അബ്രഹാമിൻ്റെ മകനാന്ന് പറഞ്ഞാൽ, ഈ അബ്രഹാമിനെ ഒരിക്കൽ ദൈവം വിളിച്ചു. ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞേ? നിന്റെ ചാർച്ചക്കാരെ വിടണം, പിന്നെ പിതൃഭവനത്തെ വിടണം, പിന്നെ സ്വന്തം ദേശത്തെ വിടണം, എന്നിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം. ദൈവത്തിൻ്റെ വിളി കേട്ട് അബ്രഹാം ചാർച്ചക്കാരെ വിട്ടോ? പറ. സ്വന്തം ദേശത്തെ വിട്ടോ? പിതൃഭവനത്തെ വിട്ടോ? വിട്ടെങ്കിൽ മാത്രമേ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറ്റൂ. സക്കായിയെ വിളിച്ചപ്പോൾ തന്നെ വിടാൻ ആരും പറഞ്ഞില്ല. വിളി കേട്ടവൻ ഡാപ്പോട്ട് ഇറങ്ങി വന്നിട്ട് പറയാ, വിടേണ്ടതൊക്കെ ഞാൻ വിട്ടോളാം. അബ്രഹാം വിടേണ്ടത് വിട്ടതുപോലെ ദൈവം വിളിക്ക് മുമ്പിൽ സക്കായും വിടേണ്ടത് വിട്ടപ്പോൾ ദൈവം പറയാ, ഇവൻ അബ്രഹാമിന്റെ മകനാ, ഇന്ന് ഈ വീട്ടിനകത്ത് രക്ഷ വരാൻ പോകുകയാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ത്?
വിശ്വാസം കാത്തെന്നാ പൗലോസ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? വിശ്വാസം കാത്തു. എന്താ വിശ്വാസം? ഭയങ്കര പവറാണ് ഈ വിശ്വാസത്തിന്. ഇപ്പം ഞാൻ നിർത്താം കേട്ടോ. ഭയങ്കര പവർഫുള്ളായിട്ടൊരു സംഭവമാണ് ഇത്. ആണ് വിശ്വാസത്തിന് പവറുണ്ടോ? ഉണ്ടോ മതി സിസ്റ്ററെ? ഇത് കോട്ടക്കോത്തളങ്ങൾ ഇടിച്ച് താഴെയിടാൻ ശക്തിയുള്ള ബോംബാണ്, ആറ്റം ബോംബാണ്. എന്ത്? പിന്നെ ഇവിടുത്തെ വികസിത രാജ്യങ്ങൾ കണ്ടുപിടിച്ച രാഷ്ട്രത്തെ പോലും ഭസ്മീകരിക്കാൻ കരുത്തുള്ള മെഗാടൺ മിസൈലുകളേക്കാൾ, ബോംബുകളേക്കാൾ 10,000 മടങ്ങ് പവറുള്ള ഒന്നാണ് വിശ്വാസമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ഭയങ്കര പവറാ സഹോദരിമാരെ വിശ്വാസത്തിന്. അതുകൊണ്ടല്ലേ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായെ അടച്ചു, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ അവർ വാളിൻ്റെ വായ്ത്തലയിൽ നിന്നും ഒഴിവുള്ളവരായി. എന്തൊരു വചനമായില്ലേ? വിശ്വാസത്താൽ സിംഹത്തിൻ്റെ വായ അടച്ചെന്ന്. ഏറ്റവും വലിയ ജീവിയല്ലേ? ഏറ്റവും ബലവാനായ ജീവിയല്ലേ? ആര്? അതുകൊണ്ട് അവൻ്റെ ഗർജനത്തിൻ്റെ മുമ്പിൽ കാട് നടങ്ങും. കരയിലെ ഏറ്റവും വലിയ ജീവിയായ മൃഗമായ ആനയെപ്പോലെ ഒറ്റ അടിക്ക് അവൻ്റെ നെറ്റിപ്പാട് തകർത്ത് അതിനെ തവിട് പൊടിയാക്കാൻ കരുത്തുള്ള ബലവാനാണ് ആര്? ആ കാട്ടുപോത്ത് പോലും നേരെ അവൻ്റെ മുമ്പിൽ വരികയില്ല. കടിച്ച് കീറി കഷണിച്ച് കളയും അവൻ. അവൻ്റെ പല്ലുകൾ കാരിരുമ്പ് പോലെയാ, അവൻ്റെ കൈകൾ ഉരുക്കുപോലെയാ. അവിടുന്ന് ഗർജിച്ചാൽ കാടും മലനിരകളും സകല മൃഗജാലങ്ങളും വിറയ്ക്കും. അതുകൊണ്ടാണ് അവൻ കാട്ടിലെ രാജനായി വിലസുന്നത്. അത്തരത്തിലുള്ള സിംഹങ്ങളുടെ വായെ നമ്മുടെ പൂർവികന്മാർ വിശ്വാസത്തിന് വേണ്ടി നിന്ന വിശുദ്ധന്മാരെ അടച്ചര് കൈബലം കൊണ്ടും കരബലം കൊണ്ടും ആയുധം കൊണ്ടുമല്ല, വിശ്വാസത്താൽ. ഇന്ന് രാത്രി, ഇന്ന് പകൽ നിന്നെ കടിച്ചു കീറാൻ, നിന്റെ തലമുറയുടെ നന്മയെ കടിച്ചു കീറാൻ, നിന്റെ ശുശ്രൂഷയെ കടിച്ചു കീറാൻ, നിന്റെ വാഗ്ദത്തങ്ങളെ കടിച്ചു കീറാൻ, നിന്റെ ആരോഗ്യത്തെ ആയുസിനെ കടിച്ചു കീറാൻ, നിനക്കുള്ള നന്മകളെ ഇല്ലാതാക്കാം. നാളികേര പൂട് പോലെയുള്ള പല്ലുകൾ കാട്ടി വായ് തുറന്നു നിൽക്കുന്ന അന്ധകാര ശക്തികളുടെ വായ അടപ്പിക്കാൻ നീ പ്രാപിച്ച വിശ്വാസത്തിന് കരുത്തുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിലേ വചനം ഇന്നു പകൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വിശ്വാസത്തെ മുറുകെ പിടിക്കുക, വിശ്വാസത്തെ കാക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ വ്യക്തമായി നിന്നോട് ഇടപെടുകയാ. ക്ഷീണിച്ചു പോകരുത് വിശ്വാസത്തിൽ, തളർന്നു പോകരുത് വിശ്വാസത്തിൽ, മടുത്തു പോകരുത് വിശ്വാസത്തിൽ. നിന്റെ വിശ്വാസ നിമിത്തം ചില സിംഹത്തിന്റെ വായ അടപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. സഹോദര, വിശ്വാസത്തിൽ ശക്തമായി നിന്നോണം. ഈ ദേശത്ത് ചില സിംഹശക്തികളുണ്ട്, ഈ ദേശത്ത് ചില അനാഖ്യ മല്ലന്മാരുണ്ട്. നീ നിമിത്തം അവരുടെ വായ് അടപ്പിക്കത്തക്ക നിലയിൽ നീ നിമിത്തം അനേകർ പാരമ്പര്യം ഉപേക്ഷിച്ച്, ജാതീയ മണ്ഡലങ്ങൾ ഉപേക്ഷിച്ച്, നീ നിമിത്തം അനേകർ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു നാളുകൾ ദൈവാത്മാവ് ഇന്ന് പകൽ വ്യക്തമായി കാണുകയാണ്. അവിടെ പ്രാപിച്ച വിശ്വാസം വിട്ടുകളയാതെ നീ അതിനെ മുറുകെ പിടിച്ച് കാക്കാൻ തയ്യാറാണെങ്കിൽ നിന്നിലൂടെ ഇരുണ്ട ഈ ദേശത്തിന്റെ ചരിത്രത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റിയെഴുതുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇവിടെ അനേക ആളുകൾ ആരാധനയ്ക്ക് വരും. ഇവിടെ നിന്ന് ഒരു ആത്മീക ഉറവ പൊട്ടിപ്പുറപ്പെടും. അത് ഈ ദേശത്തെ 4 ശാഖയായി വളയും. ഈ ദേശത്ത് ആത്മാവിന്റെ വലിയ ഒഴുക്കുണ്ടാകും. ഈ ദേശത്ത് പലയിടങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെടും. ഈ ദേശത്ത് ഒരുപാട് യോഗങ്ങൾ നടക്കും. ഈ രാജ്യത്തിന്റെ, ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി ഈ ഒരു ചെറിയ ദേശത്തെ കരത്തിലെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. വിശ്വാസത്തെ കാക്കണം. ആമേൻ. വിശ്വാസത്തെ കാക്കണം, വിശ്വാസത്തെ കാക്കണം. സിംഹത്തിൻ്റെ വായടയ്ക്കാൻ വിശ്വാസത്തിന് ശക്തിയുണ്ട്. അഗ്നിയുടെ ബലത്തെ കെടുത്താൻ വിശ്വാസത്തിന് ശക്തിയുണ്ട്. നിന്നെയും നിനക്കുള്ളതിനെ പൂർണ്ണമായി കത്തിച്ച് ചാമ്പലാക്കാൻ അഗ്നി പോലെ നിനക്കെതിരെ കയറി വരുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ ബലത്തെ കെടുത്തിക്കളയാൻ നിന്റെ അകത്ത് ദൈവം പകർന്ന വിശ്വാസത്തിന് കരുത്തുണ്ട്. ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിലും നീയും നിന്റെ വിശ്വാസവും മാത്രമേ ഉള്ളുവെങ്കിലും വിശ്വസിക്കേ, ജയം നിനക്ക. വാളിന്റെ വായ്ത്തലയെ അവർ മടക്കി വിശ്വാസത്താൽ നിന്നെ വെട്ടി പീസാക്കാൻ, നിന്റെ നന്മകളെ അറുത്ത് കണ്ടിക്കാൻ, വാളുപോലെ നിനക്കെതിരെ പൊങ്ങി നിൽക്കുന്ന പ്രതിസന്ധികളുടെ വായ്ത്തലയെ മടക്കാൻ നിന്റെ വിശ്വാസത്തിന് കരുത്തുണ്ട്. പണ്ടമ്മയുടെ ചാക്കോച്ചൻ പെന്തിക്കോസ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല, ഒരു വനപാതയിലൂടെ ഒറ്റയ്ക്ക് വികസനങ്ങളും വാഹനങ്ങളും എല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ സുവിശേഷീകരണാർത്ഥം യാത്ര ചെയ്യുന്നു. കാടിളക്കി കൊമ്പ് കുലുക്കി ഒരു കൊമ്പൻ
ഒറ്റയാൻ തന്നെ കുത്തിക്കീറാൻ ആഞ്ഞു വരുമ്പോൾ ഓടിമറയാൻ ഇടമില്ല. അവിടെ നിന്നുകൊണ്ട് തൻ്റെ വിശ്വാസത്തിൽ താൻ ശക്തിപ്പെട്ടിട്ട് കുത്തിക്കീറാൻ പാഞ്ഞു വന്ന കാട്ടുകൊമ്പനോട് പറഞ്ഞു, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, കൊത്തടാന്ന് പറഞ്ഞ് നിൻ്റെ കൊമ്പ്. ആമേൻ. ചിഹ്നം വിളിച്ച് കൊലവിളി മുഴക്കി കൊമ്പ് കുലുക്കി തന്നെ കുത്തിക്കീറാൻ വന്ന കാട്ടുകൊമ്പൻ ആ ഭക്തൻ്റെ വാക്കിന് മുമ്പിൽ തൻ്റെ മുമ്പിൽ കൊമ്പ് കുത്തിയെങ്കിൽ വിശ്വാസത്തിന് ചിലതിനെ മുട്ടിനെ മടക്കിപ്പിക്കാൻ, ചിലതിൻ്റെ ബലത്തെ നിർവീര്യമാക്കാൻ വിശ്വാസത്തിന് ശക്തിയുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ ആ വിശ്വാസം എന്ത് ചെയ്തു? വിശ്വാസത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ ഒരുപാട് കൊടുങ്കാറ്റുകൾ പൗലോസിനെതിരെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് എന്തെങ്കിലും ഞാൻ പറയാം. വിശ്വാസത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ, വിശ്വാസത്തിൽ നിന്നും തന്നെ തകർത്ത് കളയത്തക്ക നിലയിൽ, പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഈശാന മൂലന തനിക്കെതിരെ ആഞ്ഞടിച്ചത് അല്ലേ? കൂടെ നിന്നവന്മാരൊക്കെ ദോഷം ചെയ്തു. അതേ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അലക്സാണ്ടർ എനിക്കെതിരെ വളരെ ഒഴിവാ ചെയ്തത്. വിശ്വാസത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ പിശാച് അലക്സാണ്ടറിനെ കരങ്ങളെടുത്തു. അലക്സാണ്ടർ ആരാന്നറിയാമോ? അലക്സാണ്ടർ ഒരു സ്വർണ്ണ വ്യാപാരിയാണ്, ഒരു ചെമ്പ് വ്യാപാരിയാണ്. ആര്? അലക്സാണ്ടർ അല്ല, അലക്സാണ്ടർ. അലക്സാണ്ടറിൻ്റെ വ്യാപാരം എന്നാന്നറിയാമോ? എഫെസോസ് പട്ടണത്തിൽ ദേവിയുടെ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന വ്യാപാരമായിരുന്നു. ആർക്ക്? സകല മ്ലേച്ഛതകളുടെയും മാതാവാണ്. ആര്? അർത്തമീസ്. സകല വ്യഭിചാരത്തിൻ്റെയും മൂല്യച്യുതികളുടെയും മാതാവാണ്. ആര്? അർത്തമീസ്. അവളുടെ വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന വ്യവസായമായിരുന്നു. ആർക്ക്? പൗലോസിന്റെ ശുശ്രൂഷ ആ പട്ടണത്തിൽ അങ്ങോട്ട് ജ്വലിച്ചപ്പോൾ 4-3-7 പേര് വന്നെന്നല്ല, ഒരു ക്രൂസൈഡ് അവിടെ നടന്നെന്നല്ല. പൗലോസിന്റെ അഭിഷേകം തൻ്റെ ശുശ്രൂഷ ആ പട്ടണത്തിൽ ജ്വലിച്ചപ്പോൾ അർത്തമീസിന്റെ ശക്തി തകർന്ന തരിപ്പണമായി പോയി. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. പട്ടണത്തെ വാഴുന്ന, പട്ടണത്തിൽ പാപത്തിന്റെ വ്യാപാരത്തെ വിതയ്ക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികള് നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ തലത്തെ ജ്വലിപ്പിച്ചാൽ അത് നിർവീര്യമാകുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ചിലത് എരിഞ്ഞടങ്ങട്ടെ. ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാതെ, ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടാതെ വ്യാപരിക്കുന്ന ചില ശക്തികൾ പകൽ എരിഞ്ഞടങ്ങുന്നതിനായി സ്തോത്രം. നമ്മൾ ജ്വലിക്കേണ്ടതുപോലെ ജ്വലിച്ചാൽ, നമ്മൾ ശോഭിക്കേണ്ടതുപോലെ ശോഭിച്ചാൽ ചില അന്ധകാര ആധിപത്യങ്ങൾ ദേശത്ത് കെട്ടടങ്ങുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ വെളിപ്പെട്ടാൽ ചിലതൊക്കെ പട്ടണത്തിൽ തകരും. അലക്സാണ്ടറുടെ വ്യാപാരം അങ്ങോട്ട് തകർന്നപ്പോൾ അവൻ ആർക്കെതിരായി? പൗലോസിനെതിരായി. ഇല്ലല്ലോ പുറത്ത്. അവൻ ആർക്കെതിരായി? പൗലോസിനെതിരായി. സ്തോത്രം. ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? ദോഷം അങ്ങോട്ട് ചെയ്തു. അത് തൻ്റെ വിശ്വാസത്തെ തല്ലി തകർക്കത്തക്ക നിലയിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു അലക്സാണ്ടറിൻ്റെ ദോഷം. പൗലോസ് ഒന്നും പ്രതികരിക്കാൻ പോയില്ല. ദോഷത്തിന് പകരം ദോഷം ചെയ്തില്ല, ശകാരത്തിന് പകരം ശകാരം ചെയ്തില്ല, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്തില്ല. സകല നന്മയും അദ്ദേഹം തിന്മയാൽ ജയിച്ച് തൻ്റെ വിശ്വാസത്തെ കാത്തു. വിശ്വാസം തട്ടി തകർക്കത്തക്ക നിലയിൽ കൊടുങ്കാറ്റുകൾ, ഈശാനമൂലൻ പെരുങ്കാറ്റുകൾ, ചുഴലിക്കാറ്റുകൾ തനിക്കെതിരെ ആഞ്ഞടിച്ച സന്ദർഭങ്ങളിൽ അവിടെയൊക്കെ നിധി കാക്കുന്നത് പോലെ ഒരിക്കലായി ഭരമേൽപ്പിച്ച് അതിവിശുദ്ധ വിശ്വാസത്തെ പൗലോസ് എന്ത് ചെയ്തു? കാത്തു. എന്നിട്ട് ആയുസിൻ്റെ അന്ത്യ നിമിഷം അദ്ദേഹം പറയുകയാണ്, ഓ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം എന്ത് ചെയ്തു? കാത്തു. അതുകൊണ്ട് എൻ്റെ അകതാരിൽ ഉറപ്പുണ്ട്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു.
ആമേൻ. വല്ല ഓർപ്പൊരുതി എനിക്ക്, ഓട്ടം തികച്ച് എനിക്ക്, വിശ്വാസം കാത്ത എനിക്ക് നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. ചെല്ലുമ്പോൾ ഉണ്ടാക്കി തരുമെന്നല്ല, വെച്ചിരിക്കുന്നു. നീതിയുടെ കിരീടം എനിക്കായി നിത്യതയിൽ വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. ആ ദിവസത്തിൽ എനിക്ക് തരും. ആ നല്ല ദിവസത്തെ സ്വപ്നം കാണുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകരത്തിനകത്തുണ്ട്. ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല കേട്ടോ, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ എന്ന് പറഞ്ഞാൽ നല്ല പോർപ്പൊരുതിയവരാരൊക്കെയുണ്ട്, ഓട്ടം തികച്ചവരാരൊക്കെയുണ്ട്, വിശ്വാസം കാത്തവരാരൊക്കെയുണ്ട്. അവരെ കാത്തിരിക്കുന്നത് അക്കരെ നാട്ടിൽ നീതിയുടെ വാട്ടമില്ലാത്ത കിരീടമാണ്. അതുകൊണ്ട് നമുക്ക് പൊരുതാം. നിത്യതയുടെ ദർശനത്തിനെതിരെ തലപൊക്കുന്ന ലോകത്തോട്, ജഡത്തോട്, പിശാചിനോട് നമുക്ക് പൊരുതാം. ആമേൻ. നമുക്ക് ഓട്ടം തികയ്ക്കാം. യജമാനൻ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ പിൻപിലുള്ളത് മറന്ന് മുൻപിലേക്കുള്ളതിന് ആഞ്ഞുകൊണ്ട് നമുക്ക് ഓടി തികയ്ക്കാം. ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് ഭംഗം വരാതെ അന്ത്യം വരെ കാക്കാം. അക്കരെ നാട്ടിൽ നമ്മെ കാത്തിരിക്കുന്നത് നീതിയുടെ വാടാത്ത കിരീടമാണ്. VBS അടക്കം അല്ലേ? ഞങ്ങളൊക്കെ പണ്ട് VBSന് പോകുമ്പോൾ അവസാനം റാലി ഉണ്ടായിരുന്നു. ഇവിടെ റാലി ഉണ്ടോ? ഇല്ല, ഇവിടെ റാലി വെക്കാൻ പറ്റിയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്. പണ്ടൊക്കെ റാലി ഉണ്ട്. എന്നാലും മിക്കവാറും ഇടത്തൊക്കെ റാലി എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചങ്ങ് ഞങ്ങളുടെ റാലി നടത്തണം, ദൈവകൃപയിൽ ആശ്രയിച്ച്. ഓക്കെ, ദൈവം കൂടെ ഇരിക്കും, കർത്താവ് അത്ഭുതം ചെയ്യും. അടുത്ത വർഷം BBSൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ദൈവം തരും. പടുകൂറ്റൻ റാലി അങ്ങോട്ട് നടത്തണം. ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാരെയൊക്കെ വിളിച്ചങ്ങോട്ട് നിർത്തി ഒരു സമ്മേളനമൊക്കെ അങ്ങോട്ട് വെച്ച് നല്ല ബാൻഡ് സെറ്റുകാരെയൊക്കെ വിളിച്ച് നല്ല തകർപ്പൻ റാലി അങ്ങോട്ട് നടത്തണം. ഈ ദേശത്തെ വലം വെച്ച് പ്രാർത്ഥിക്കണം, ദൈവം നമുക്ക് തരും. ഏതവൻ്റെ മുറിക്കകത്തും കയറുന്നൊരു ശക്തിയുണ്ട്, അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഈ ദേശത്തെ ടാർഗറ്റ് ചെയ്ത് ആത്മാവിൽ ശക്തമായി പ്രാർത്ഥിക്കണം, ദൈവം നിങ്ങൾക്ക് ഈ ദേശത്തെ തരും. സ്തോത്രം. പണ്ടത്തെ VBSൻ്റെ റാലിക്കകത്ത് പറഞ്ഞു കൊടുക്കുന്നൊരു മുദ്രാവാക്യമാണ്, കാൽവറി കുന്നിൽ കൊളുത്തിയ ദീപം നൂറ്റാണ്ടുകളായി കത്തും ദീപം ഇന്നും നാളെയും കത്തും ദീപം. അന്നൊരു സാറ് ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു, എരിയാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന്. എരിയാതെ സൂക്ഷിക്കുമെന്നല്ല, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. അത് തലമുറ പ്രൈസ് ദി ലോർഡ്. അന്നറിയത്തില്ല, അന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ബന്നും സ്ക്വാഷും പഴവും മുമ്പിൽ കൊണ്ടുകൊണ്ടാണ് തൊണ്ട പൊട്ടിച്ചത് വിളിക്കുന്നത്. പക്ഷേ ഇന്ന് ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി. VBSൻ്റെ റാലി അപ്പുറത്തെ ഞങ്ങളുടെ കക്കടവൻ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ നല്ല ചൂട് ബന്നും നല്ല പഴവും നല്ല മധുരമുള്ള സ്ക്വാഷും വെച്ചിട്ടുണ്ട്. എങ്ങനെയും അവിടെ എത്താൻ വേണ്ടി ഞാൻ വിളിക്കുന്നത്. കൊച്ചു കൈയൊക്കെ അന്തരീക്ഷത്തിലേക്ക് ചുരുട്ടി എറിഞ്ഞ് ചങ്ക് പൊട്ടിച്ച വള്ളി പൊട്ടിച്ച മുദ്രാവാക്യം വിളിക്കുന്നത്. ലക്ഷ്യം ബന്നും പഴവുമാണ്. മനസ്സിലായോ? പിന്നീട് ചിന്തിച്ചപ്പോഴാണ് ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. കാൽവറി കുന്നിൽ കൊളുത്തിയ ദീപം നൂറ്റാണ്ടുകളായി കത്തും ദീപം ഇന്നും നാളെയും കത്തും ദീപം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. അത് തലമുറ കൈമാറും. യജമാൻ വിശ്വസ്തനെന്ന് ചൊല്ലി നമ്മുടെ മേൽ പരമേൽപ്പിച്ച വിശ്വാസത്തിൻ്റെ ദീപം അണയാതെ കാക്കാം. നമ്മുടെ വരവിന് മുമ്പ്, നമ്മുടെ മരണത്തിന് മുമ്പ് നമ്മുടെ വരവിന് മുമ്പ്, ആമേൻ, കർത്താവിൻ്റെ വരവിന് മുമ്പ് നമ്മുടെ മരണമാണെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ ദീപം പ്രാർത്ഥനയോടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കണം. അല്ല, നാം മരിക്കും മുമ്പ് ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവ് പുനരാഗമിച്ചാൽ ഈ വിശ്വാസത്തിൻ്റെ ദീപവുമായി മറുകരയിലെത്തണം. നമുക്ക് ലഭിക്കാൻ പോകുന്ന നീതിയുടെ വാട്ടമില്ലാത്ത കിരീടമാണ്. കണ്ണുകൾ ഒരു നിമിഷം അടച്ചാട്ട് എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, മുൻപോട്ട് നടത്തു വന്നാട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും ദയവായി മുൻപോട്ട് നടത്തു വന്നാട്ടെ, എൻ്റെ അടുക്കിലേക്ക് വന്നാട്ടെ. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. സുവിശേഷത്തിൻ്റെ ഒരു വലിയ ദാഹം, സുവിശേഷത്തിൻ്റെ ഒരു വലിയ ആത്മാവിൻ്റെ പകർച്ച സ്വർഗം ഇന്ന് പകൽ നിങ്ങളുടെ മേലയക്കട്ടെ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും, എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണുമെൻ മണാളനെ. വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണും എൻ മണാളനെ. ഓ
അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്ന് പോയി മറയട്ടെ കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്നും ഞാൻ മറയട്ടെ കണ്ണിമേയ്ക്കുന്നോടി നേരത്തിൽ എത്തും ഞാൻ ബയൂല തീരത്ത് കണ്ണിമേയ്ക്കുന്നോടി നേരത്തിൽ എത്തും ഞാൻ ബയൂല തീരത്തിൽ ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ ആമേഘം പൊങ്ങിക്കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ ഓ മേഘം പൊങ്ങിക്കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ ആശപാശമാകും കുറ്റികൾ ഒറ്റുമായി അറുത്തു നീക്കണേ ആശപാശമാകും കുറ്റികൾ ഒറ്റുമായി അറുത്തു നീക്കണേ ഓ കണ്ടിടും കണ്ടിടും എൻ്റെ പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം ആ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശ ഓ കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ അന്യനല്ല തൻ്റെ മുഖം കണ്ടിടും കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണാൽ തൻ്റെ മുഖം ആ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ വേഗം പൊങ്ങിക്കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരാറാ ആ വേഗം ആശപാശമാകും കുറ്റികൾ ഒറ്റുമായി അറുത്തു നീക്കണേ ആശപാശമാകും കുറ്റികൾ ഒറ്റുമായി അറുത്തു നീക്കണേ ഓ കണ്ടിടോ കണ്ടിടോ ക്ഷാമരഘടക ശബ്ദര ബൗദ്ധാരികതല ഓ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തം കണ്ണോ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ ആ യേശുവേ മണാളനേ പ്രത്യാശ ശബരാധാരം ജലബൗധാരികതല ഘടകരം തല ഊറവരം തല വേദകരീവന ബൗധാരികതല ഘടക ശബ്ദാരികതല അബ്ദുരബൗഢവരകതല ഘടകം ബൗധാരികതല ദുരജാനകരീവന ബൗഢവരം ശബരം തല വേദിക ഊരവരം തല വേദകരികതല ഘടകരം തല ബൗഢോ അന്തകാലം വേദകരച്ചം സത്തുരകട്ടി വേദികരച്ചോ സന്ദരഘടകോ ശൗഡവരമ്പം വേദകരമ്പം ധീവരഘട്ടം വർദ്ധവരകജം ശാപക്കണ്ണം വേദക്കട്ടി അമ്പരവച്ചം വേദികരകജം ദൂരക്കടകോ അത്തക്കാന വേദികരച്ച സത്തുരകട
ദൂരവരന്തോ ഇവ കടകം ദൂരച്ചാനം വേദികരകതോ അന്തരവാദികരന്തല മൗഢമരീവലപക്ഷമര തുര്യാദികരന്തല ഇടവ കരക ചുടിയ തലയ കലക താരകരന്തല വേദിക അമ്പരവേദം ധീവരകക്ഷം വർത്തമരാജം ദീപക്കടകോ അന്യഭാഷകളിൽ ഓ റീവക്കാനം വേദികരകജം ഇടവരകണ്ടം വേദക്കാരോ അത്തക്കോര വേദക്കട്ടം ദൂരവരച്ചം സത്തുരകളയോ അടകം ദുരകം ജലവേദികരന്തല മൗഢമരികതര ഘടകജരഗതിക ശാമരബന്ധുര വേദികരന്തല മൗഢമരികതര ഘടക പ്രൗഢ അരീവല ഘടക ശാവാരക്ഷ വേദാരക്ഷ സത്താരഗജ വേദികരമ്പ ദീപവരന്തല മൗഢമരികതല ഘടകജരന്ധര വേദോ ഓ ഹല്ലേലൂയ ശരല ബാബാ പുരാ ബാബാ ശൗഡാര ബാബാധാര ഇവലഘട്ടം വേദകരച്ചം സത്തുരഘട്ടം വേദക്കടകം അമ്പരവേദികരമ്പലവക്ഷമര തുര്യാദികരം ധാരികജലഘടക പുരാലാവാരാധാനാവ ശംഖാരാജാരികാവാന ഓ കുഞ്ഞാടേ ഓ ഹല്ലേലൂയ ശമനരഗദലരഗ സംധരബലബൗധിയാദന അദ്ധമാരഗജലഘടകരിഗജലഘടക രണ്ട് ഘട്ടങ്ങളിലൂടെ നിന്റെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ ശക്തമായ ചില വിടുതലുകൾ എൻ്റെ ആത്മാവ് പകരുന്ന ദിവസങ്ങൾ മുൻപിൽ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാണ്. ഓടി തോൽപ്പിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്, പോരാടി കീഴ്പ്പെടുത്തേണ്ട ചില മണ്ഡലങ്ങളുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് ഓടി പരാജയപ്പെടുത്തേണ്ടതിനെ പരാജയപ്പെടുത്തി പോരാടി കീഴ്പ്പെടുത്തേണ്ട മണ്ഡലങ്ങളെ ആത്മാവിൽ കീഴ്പ്പെടുത്തി ശക്തിയോടെ ദിവസങ്ങൾ മുൻപോട്ട് പോയാൽ എൻ്റെ മഹത്വത്തിന്റെ ആഴം ജീവിതങ്ങളിലെ കുടുംബങ്ങളില് ഞെരുക്കുന്ന വിഷയങ്ങളുടെ മേൽ കണ്ട് ആനന്ദിച്ച് യഹോവ എനിക്ക് സമാപ്തി വരുത്തിയെന്ന് സ്വഭാവത്തെ സാക്ഷ്യം പറയത്തക്ക നിലയിൽ എൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന കൈമാറുകയാണ്. ഇസഹാക്ക് കുഴിച്ച കുഴികൾ ഗെരാറിലെ ഇടയന്മാർ മൂടിക്കളഞ്ഞു. ഒരു വട്ടം മൂടി, രണ്ടു വട്ടം മൂടി, മൂന്നാം വട്ടം മൂടിയില്ല. യഹോവ നമുക്കിടം കണ്ടെത്തി എന്ന് പറഞ്ഞ് മൂന്നാമത് കുഴിച്ച കിണറിനവൻ രഹോവോത്ത് എന്ന് പേരിട്ടതുപോലെ ഈ ദിവസങ്ങൾ യഹോവ ചില ഇടം നിനക്ക് കണ്ടെത്തും. അർഗമാന സപ്തരാധന ഒരിടത്തും തന്നെ ഉറപ്പിക്കാതെ വെള്ളത്തിന്റെ പുറത്തോടെ ഒഴുകി നടക്കുന്ന ഒരു വള്ളം പോലെ, തോണി പോലെ ഏത് മേഖലകളിലും ഉറപ്പിക്കത്തില്ലെന്ന് വാദിക്കുന്ന ശത്രുവിന്റെ വാദമുഖത്ത് ഉടച്ചു മാറ്റി ന്യായവിധിയുടെ വള്ളം തൊടാത്തൊരു പർവ്വതത്തിൽ നോഹ നിയോഗപ്രകാരം പടുതുയർത്തിയ പെട്ടകത്തെ ഞാൻ അവനോടുകൂടെ ഉറപ്പിച്ചതുപോലെ ചില മേഖലകളിൽ ദൈവം 2024 വ്യക്തിപരമായും ഭവനമായും ഉറപ്പിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. അന്തരാലമാന ഹക്ഷപ്രവസിയ ആത്മഭാരം ഞാൻ നിന്റെ മേൽ പകരും, അനേകരെ നീതിയിലേക്ക് നയിക്കും. മകനെ, കിഴക്കുതിച്ച നക്ഷത്രം വിദ്വാൻമാർക്ക് രാജാവിന്റെ അരിക്കൽ വരുവാൻ വഴികാട്ടിയായി മാറിയെങ്കിൽ അനേകർ സത്യത്തിലേക്ക് വരാൻ, അനേകർ നീതിയിലേക്ക് വരാൻ, അനേകർ നിത്യ സമാധാനത്തിലേക്ക് വരാൻ ഞാൻ നിന്നെ കത്തുന്നൊരു വിളക്ക് പോലെ ഉപയോഗിക്കും. സ്വകാര്യമാകുന്ന ദുഃഖങ്ങൾ, ഒരുപാട് നൊമ്പരങ്ങൾ, ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിന്റെ ഉള്ളിലുണ്ട്. അൽഗമാനവസിയാതന എന്നാൽ നിന്റെ പരിഭവങ്ങൾ, നിന്റെ നൊമ്പരങ്ങൾ നീ ആരോടും പറയാതെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് യാത്ര ചെയ്യുന്ന മേഖലകളെ ദൈവാത്മാവ് ഇന്ന് പകൽ കാണുന്നുണ്ട്. ഞാൻ നിനക്ക് ചില വിഷയങ്ങളുടെ മേൽ സമാപ്തി വരുത്തും. ഒരിക്കലും തുറക്കത്തില്ല എന്ന് പറഞ്ഞ ഈ ദിവസങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് ആത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാ. മകനെ, ഞാനൊരു വാതിൽ തുറക്കും, അതടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു ശക്തിക്കും അടച്ചു കളയാൻ കഴിയാത്ത ചില വാതിലുകൾ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. അമ്പരാനവാദികൾക്കരസിയ തകർത്ത് കളയാൻ, ഒതുക്കിക്കളയാൻ ഒരുപാട് ഗൂഢാലോചനകൾ, ഒരുപാട് വെല്ലുവിളികൾ നിനക്കെതിരെയുണ്ട്. മനസ്സിൽ ചിന്തിക്കാത്തത്, നിരൂപിക്കാത്ത പലതും നിനക്കെതിരെ പറഞ്ഞൊപ്പിക്കും. അനേക അലക്സാണ്ടർമാര് നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ദോഷം ചെയ്യും. എന്നാൽ യഹോവ അവർക്ക് കണക്കിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ നീ വിശ്വാസത്തെ കാക്കുന്നുവെങ്കിൽ ശുഭകരമായ ഒരു പൂർത്തീകരണം നിന്റെ ശുശ്രൂഷയുടെ നാളുകളിൽ ഞാൻ നൽകി തരുമെന്ന് ആത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. എൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ നിന്നെ അയക്കും.
സംസ്കാര ശൂന്യമായ ചില ഊരുകളിലേക്ക് ചില പ്രവർത്തനങ്ങൾക്കായി ഞാൻ നിന്നെ കുടുംബമായി അയക്കും. ആരമാന സബ്ധര ഗോത്രവർഗങ്ങൾക്കിടയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ആട്ടിറച്ചി തിന്നുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ അയക്കും. മുളക് ചോള ഉപജീവന മാർഗമാക്കിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ഉണർവിന്റെ തീക്കാറ്റ് നിന്നിലൂടെ ഉണ്ടാകുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അതിന്റെ നിയോഗവും നിയമനവും നിലവാരങ്ങളും ഈ ദിവസങ്ങൾ ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കും. ശക്തമായി പ്രാർത്ഥിക്കുക. ഒരു വാതിലുകളും നിന്റെ മുമ്പിൽ അടയുകയില്ല, ഒരു വഴികളും നിന്റെ മുമ്പിൽ അടയുകയില്ല. നീ കാൽകുത്തുന്ന ദേശങ്ങൾ ഞാൻ നിനക്ക് അവകാശമായി തരും. പ്രാർത്ഥനയിൽ ശക്തമായി പോരാടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാ. പണ്ടുള്ളവയെ നീ നിരൂപിക്കണ്ട, ഇപ്പോഴുള്ളവയെ നീ ഓർക്കണ്ട. ഇതാ മകനെ, ഞാൻ നിനക്കൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ വെളിപ്പെട്ടു വരും. രാമന ഹബ്ദന ദിഗൽഖരാധന. പലപ്പോഴും നിന്റെ അതരത്തെ ബന്ധിച്ച്, നിന്റെ കാതിനെ ബന്ധിച്ച്, നിന്റെ കണ്ണിനെ ബന്ധിച്ച്, നിന്നെ രോഗിയാക്കി തീർക്കാൻ ശ്രമിക്കുന്ന വെല്ലുവിളികൾ നിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. എന്നാൽ ദിവസങ്ങൾ നീ ഉണർന്ന് പ്രാർത്ഥിക്കുക. അർഗമാന ശബരഘടക ദുരപ്രവാദന. ഇപ്പോഴുള്ളവയെ നീ ഓർക്കരുത്, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ഞാൻ നിനക്ക് പുതിയതായിട്ടൊന്ന് ചെയ്യാൻ പോകുക. മരുഭൂമിയിലെ ഉറവ പോലെ, നിർജ്ജന പ്രദേശത്തെ പെരുവഴികൾ പോലെ അത് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കണ്ട് കരം കൊണ്ട് അനുഭവിച്ച് തൃപ്തനാകുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. വഴുവഴുപ്പുള്ളൊരു പച്ചത്താടിയല്ലേ ശിംശോൻ കരത്തിൽ മുറുകെ പിടിച്ചപ്പോൾ കൊന്നൊന്നേ കൊന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഫെലിസ്ത്യ പട തകർന്ന് തരിപ്പണമായി കൂടിയെങ്കിൽ, ആമേൻ, ബലഹീനമെന്ന് ലോകം നിന്നെ നോക്കി പറയുമ്പോൾ ഞാൻ നിന്നെ ശക്തമായ ദിവസങ്ങൾ കരങ്ങൾ വഹിക്കും. നീ എൻ്റെ പാദപീഠത്തിൽ താണിരിക്കെ കണ്ണുനീര് കൊണ്ട് ചില രാത്രികൾ നീ പകലാക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പാത്രം വെള്ളം കൊണ്ട് നിറയുന്ന പോലെ അളവില്ലാതെ അഭിഷേകത്തിന്റെ ജ്വലനം ഞാൻ നിന്റെ മേൽ പകരും. ചില ഭൂതശക്തികളെ പുറത്താക്കാൻ, ചില ഭ്രാന്തന്മാരുടെ ബന്ധനങ്ങൾ അഴിക്കാൻ, ചില ചെങ്ങലകൾ പൊട്ടിക്കുവാൻ, ചില ആഭിചാരങ്ങളെ ആത്മാവിൽ അഴിക്കുന്ന തേജസ്സേറിയ വലിയ ശുശ്രൂഷയുമായി ചില ബന്ധിക്കപ്പെട്ട കൂടാരങ്ങളെ അകത്തളങ്ങളിലേക്ക് ഞാൻ നിന്നെ അയക്കും. നിന്നിലൂടെ ജീവിതങ്ങൾ പുറത്തു വരും. ഈ ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. തേജസ്സേറിയ ഒരു ശുശ്രൂഷയുടെ ദിനങ്ങൾ നിന്റെ മുൻപിലുണ്ട്. എന്നാൽ പലവിധമാകുന്ന വൈഷമ്യങ്ങൾ, പലവിധമാകുന്ന വിഷമഘട്ടങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ഗോതമ്പ് മണിയെ രണ്ട് തിരികലിനിടയിൽ പൊടിച്ചു കളയുന്നത് പോലെ നിന്റെ വാഗ്ദത്തങ്ങളെയും നിയോഗങ്ങളെയും നിന്റെ നിയമനങ്ങളെയും പൊടിച്ചു കളയുവാൻ ശത്രുവായും ചില പദ്ധതികൾ ഒരുക്കും. എന്നാൽ നീ തളർന്നു പോകരുത്. ആത്മാവിൽ സടകുടഞ്ഞ് മുൻപോട്ട് പോകുക. എൻ്റെ ബലമുള്ള കരത്തിൽ ഞാൻ നിന്നെ വഹിക്കും. അനേക ഇടങ്ങളിൽ എൻ്റെ മഹത്വമായി ഞാൻ നിന്നെ നിർത്തുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാ. ഓ റബാന ശന്ധര. ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ പാദം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ, വലിയ വിടുതലെന്ന് വ്യാപരിക്കട്ടെ. ഞങ്ങൾ പ്രസംഗിക്കപ്പെടുന്ന വചനത്തിന്റെ പൊരുളുകൾ തിരിക്കാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സിലാകാൻ പറ്റുന്നെങ്കിലും ആത്മാവിന് പകൽ തുണ നിൽക്കട്ടെ. ദൈവിക സമാധാനവും അഭിഷേകവും ആ മാതാവിൽ വ്യാപരിക്കട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. രമാൻ ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് നടപടിയായി നിവർത്തിക്കാം. പൊരുതാം, ഓട്ടം തികയ്ക്കാം, വിശ്വാസം കാക്കാം, നിത്യതയ്ക്കായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ കർത്താവെ അങ്ങ് ഞങ്ങൾ ഇടപെട്ടു, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഒരു വലിയ വിടുതൽ ദൈവം ജനത്തിൻ്റെ മേൽ, ഞങ്ങളുടെ മേൽ ദൈവം അയച്ചനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് മുട്ടുമടക്കുവാൻ, ഒരുമിച്ച് ആരാധിക്കുവാൻ, വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം ഭാഗ്യത്തെ നൽകി കർത്താവേ. അങ്ങയുടെ ദാസിൽ കൂടെ ദൈവം വ്യക്തമായി ഞങ്ങൾ ഇടപെട്ട് കർത്താവേ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അങ്ങനെയെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവേ നല്ല പോർ പൊരുതുവാൻ വിശ്വാസത്തെ കാത്തു നിന്നുകൊണ്ട് ഞങ്ങൾ കേട്ടല്ലോ. വിശ്വാസത്തെ കാത്തുകൊള്ളുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ചിലരുടെ വായുകളെ, ചിലരുടെ നാവുകളെ ദൈവം അടപ്പിച്ച് ഒരു വലിയ വിടുതൽ ജനത്തിൻ്റെ മേൽ ദൈവം അയക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ പകലിടപെട്ട ദൈവം ഈ രാത്രി ഇടപെടുവാൻ ശക്തനായിരിക്കാൻ സ്തോത്രം. എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവാസിക്കായി, ദൈവാസന്മാർക്കായി, കടന്നു ജനത്തിനായി സ്തോത്രം. എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുത്തൻ വഴികൾ, പുത്തൻ നന്മകൾ, പുത്തൻ ഉറവകൾ ദൈവം തുറന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.